നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ് നിങ്ങൾ ശരിയായ വഴിയിലാണോ എന്നുവെച്ചാൽ റൈറ്റ് പാത്തിലാണോ നിങ്ങൾ, അതാണ് ഞാൻ നോക്കാൻ പോകുന്നത്. എൻ്റെ അടുത്ത് പേഴ്സണൽ റീഡിംഗ് എടുത്തിട്ടുണ്ടായിരുന്നു ഒരാൾ. അപ്പോൾ അതൊന്നും കൂടെ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടുമെന്ന് തോന്നിയോണ്ടാണ് ഞാൻ ആ റീഡിംഗ് ഇവിടെ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് നിങ്ങളുടെ എനർജി ഇപ്പോൾ, പിന്നെ നിങ്ങൾ ശരിക്കുള്ള വഴിയിലാണോ? അപ്പോൾ നിങ്ങൾക്ക് യെസ് ഓർ നോയിൽ നമുക്ക് ആൻസർ കിട്ടും അവിടെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ്, നിങ്ങളുടെ കപ്പാസിറ്റി എന്താണ്, നിങ്ങളുടെ കേപ്പബിലിറ്റി എന്താണ്, അതാണ് മൂന്നാമത്തെ ചോദ്യം. പിന്നെ നാലാമത്തെ ചോദ്യം, നിങ്ങളുടെ ശരിക്കുള്ള പാത്ത് ഏതാണ്, അതാണ് നമ്മൾ ചോദിക്കാൻ പോകുന്നത് കേട്ടോ. ആദ്യം ഓറക്കിൾ മെസ്സേജ് വെച്ചാണ് തുടങ്ങുക. അപ്പോൾ ഞാനിവിടെ 3 ജപമാലകളാണ് വെച്ചേക്കുന്നത്. ഇത് 1, ഇത് 2, ഇത് 3 കേട്ടോ. അപ്പോൾ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. പിന്നെ എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല. റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, റെസനേറ്റ് ചെയ്യുന്ന ആളുകൾ മാത്രം എടുക്കുക. ഫോഴ്സ് ചെയ്ത് റെസനേറ്റ് ചെയ്യിപ്പിക്കരുത്. പിന്നെ പേഴ്സണൽ റീഡിങ്ങിൽ മാത്രമേ ഇത് എൻ്റെ റീഡിംഗ് ആണ് എന്നൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് വരാൻ പാടുള്ളൂ. ഇത് ഓക്കെ ഏകദേശമൊക്കെ ഒത്തു വരുന്നുണ്ട്, ആ ഒരു ചിന്തയെ പാടുള്ളൂ കേട്ടോ. ഇതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ ഇതുവരെ ചെയ്തേക്കുന്ന പണി നിർത്തി വെച്ചിട്ട് ഞാൻ ആ വഴി പറഞ്ഞ റീഡിങ്ങിൽ കാണുന്ന വഴി പോകാമെന്ന് തീരുമാനിക്കരുത് പ്ലീസ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, എന്നാലും നിങ്ങളുടെ അറിവിലേക്ക് മനസ്സിലായി ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് കേട്ടോ. അപ്പോൾ ഇത് 1, 2, 3 ഇതാണ് ജപമാലകൾ. അപ്പോൾ ഇതാണ് ആദ്യത്തെ ജപമാല, ഞാനത് എടുക്കുകയാണ്. ഇനി രണ്ടാമത്തെ ജപമാല, ഇത് മൂന്നാമത്തെ ജപമാല കേട്ടോ. അങ്ങനെയല്ലല്ലേ പറഞ്ഞത് നിങ്ങളോട്? തിരിച്ചാണ് പറഞ്ഞത്. എനിക്ക് ആ ഒരു കോൺസെൻട്രേഷനിൽ പോയതുകൊണ്ട് ഇല്ല, ഇത് തന്നെയാണ് പറഞ്ഞത് കേട്ടോ. ഒന്നും കൂടെ പറയാം. ഇത് ആദ്യത്തെ ജപമാല, ഇത് രണ്ടാമത്തെ ജപമാല, എനിക്ക് കൺഫ്യൂഷനായി. ഇത് മൂന്നാമത്തെ ജപമാല കേട്ടോ. 1, 2, 3 ഓക്കെ. ഇതാണ് ആദ്യത്തെ ജപമാല, ഇതെടുക്കുകയാണ്. ഇങ്ങനെ വെച്ചാൽ ചിലപ്പോൾ കൺഫ്യൂഷനാണ്. റീഡിങ്ങിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും എനിക്ക് പിടുത്തം കിട്ടില്ല, അതുകൊണ്ടാണ് ആ ഒരു ഇതിലെ എനർജിയിലേക്ക് പോകുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് കൺഫ്യൂസ്ഡായി. ഓക്കെ പോട്ടെ. അപ്പോൾ നമുക്ക് ഈ ജപമാല, ആദ്യത്തെ ജപമാല സെലക്ട് ചെയ്തവരുടെ ഓവറോൾ എനർജിക്ക് മുമ്പ് ഓറക്കിൾ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഭവാനി, നിങ്ങളുടെ ഓറക്കിൾ മെസ്സേജ് എന്താണ്? നിങ്ങൾക്കുള്ള ഓറക്കിൾ മെസ്സേജ് എന്താണ്? ആദ്യത്തെ ജപമാല സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ്. ഓക്കെ, ഇത്രയും കാർഡ്സാണ് വന്നേക്കുന്നത്. ഭവാനി, ആദ്യത്തെ കാർഡ് ഡിവൈൻ വിസ്ഡം. ലിസൺ ടു യുവർ ഇന്നർ വോയിസ്. നിങ്ങളുടെ ഇന്നർ വോയിസിന് നിങ്ങൾ ശ്രദ്ധ കൊടുക്കണം എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ തോന്നലുകൾ, നിങ്ങൾക്ക് നിമിത്തങ്ങൾ കാണിക്കുക. ചിലർ എന്നോട് പറയാൻ ഏഞ്ചൽ നമ്പേഴ്സ് 1111 എന്താ പറയുക 999 ഒക്കെ കാണുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ 2222 കാണുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അതൊക്കെ നിങ്ങൾക്കൊരു നിമിത്തമായിരിക്കും. എന്നിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. കാരണം ഏഞ്ചൽ നമ്പേഴ്സിൽ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല, ഞാൻ ടാരോ റീഡിങ്ങിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഏഞ്ചൽ നമ്പേഴ്സ് കാണുമ്പോൾ ഗൂഗിളിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന ഏഞ്ചൽ നമ്പർ എന്താണ് അർത്ഥം എന്ന് പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ അതാണ് ലിസൺ ടു യുവർ ഇന്നർ വോയിസ്, ആദ്യത്തെ കാർഡ്. പിന്നെ കറക്റ്റിങ് യുവർ മിസ്റ്റേക്സ്. നിങ്ങൾ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള സമയമാണിത്. കുറ്റബോധം മാത്രം ഒന്നിനും ഉപകരിക്കില്ല എന്നാണ് പറയുന്നത്. പിന്നെ രുദ്രാക്ഷ, ഡീടോക്സിഫിക്കേഷൻ ആൻഡ് ക്ലെൻസിങ്. അപ്പോൾ നിങ്ങളൊരു ടോക്സിക് സിറ്റുവേഷനിലാണ്, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സോളും ബോഡിയും മൈൻഡും എല്ലാം ക്ലെൻസ് ചെയ്യണമെന്നാണ് പറയുന്നത്. പിന്നെ ഡെഡിക്കേഷൻ, എന്ത് ചെയ്താലും അത് 100% ഡെഡിക്കേഷനോടുകൂടി ചെയ്യുക, ആത്മാർത്ഥതയോട് ചെയ്യുക, സത്യസന്ധതയോട് ചെയ്യുക, അതാണ് പറയുന്നത്. പിന്നെ ഒരു ഇൻറ്റഗ്രിറ്റിയും കൂടി ഉണ്ട്. ഇൻറ്റഗ്രിറ്റിയുടെ മീനിങ് നിങ്ങൾ ഗൂഗിൾ ചെയ്യുക പ്ലീസ്. അപ്പോൾ സ്റ്റിൽനെസ്, എക്സ്റ്റേണൽ ഫോഴ്സസ്. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ശാന്തതയുണ്ട്. പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഇപ്പോൾ ഒന്ന് ശാന്തമായിട്ടിരിക്കുകയാണ്. പക്ഷേ ഈ ശാന്തത അധികം നിൽക്കില്ല. ഇനിയും പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. അത് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നിങ്ങളുടെ എനർജി നോക്കാം. അപ്പോൾ കുറച്ച് പ്രശ്നങ്ങളിലേക്ക് കൂടെ പോകുന്ന കുറച്ച് ആളുകളുണ്ട് ഇവിടെ.
ശരിക്കും പറഞ്ഞാൽ സ്പിരിച്വൽ, നമ്മളിപ്പം ഹിന്ദുക്കളുടെ ഇതിൽ പറയുമ്പോൾ നമ്മളുടെ ഒരു 24 മണിക്കൂർ അല്ലെങ്കിൽ 365 ദിവസം ദൈവത്തിൻ്റെ അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ ഒരു കണക്കല്ല എന്നാണ് പറയുന്നത്. ഈ ടൈമും എല്ലാം സ്പേസ് വേറെ, ടൈം നമ്മളുണ്ടാക്കി, ഹ്യൂമൻ ബീങ്സ് ഉണ്ടാക്കിയതാണ് നമ്മളുടെ കാൽക്കുലേഷന് വെച്ചിട്ടെന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ നാളെ എന്ന് പറയുന്നത് ചിലപ്പോൾ യൂണിവേഴ്സിൻ്റെ ഇതിലെടുക്കുമ്പോൾ നാളെ എന്നൊരു കാര്യം അനന്തമായിരിക്കും, ചിലപ്പോൾ ഇന്ന് തന്നെ ആയിരിക്കും. അതൊരു വല്ലാത്തൊരു കോൺസെപ്റ്റാണ്, ഞാൻ അതിനകത്തേക്ക് പോകുന്നില്ല. അപ്പോൾ ആൾക്കാർ എന്നോട് അവരുടെ ഫ്യൂച്ചർ എന്താണെന്ന് പറയുമ്പോൾ അവർ വിചാരിക്കുന്നത് ഞാനൊരു 80 വയസ്സ് വരെ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ആ 80 വയസ്സ് വരെയുള്ള എൻ്റെ ജീവിതമാണ് മുമ്പിൽ. പക്ഷെ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെ ജീവിതം ഓരോ ചോയ്സ് നമ്മൾ എടുക്കുന്നതനുസരിച്ചാണ് ജീവിതം മാറുന്നത്. മനസ്സിലാവണം. ഇന്ന് ഞാനിപ്പോൾ ഒരു ചോയ്സ് എടുത്താൽ അതനുസരിച്ചാണ് എൻ്റെ ജീവിതം മുമ്പോട്ട് പോകുന്നത്. അതിനനുസരിച്ചുള്ള ചോയ്സുകളാണ് പിന്നെ എൻ്റെ ജീവിതത്തിൽ വരിക. ഈ ചോയ്സ് എടുക്കാണ്ട് ഇപ്പുറത്തെ ചോയ്സ് എടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ചേഞ്ചസ് ആണ് എൻ്റെ ജീവിതത്തിൽ വരിക. അപ്പം നമ്മൾ ഏത് ചോയ്സ് എടുക്കുന്നു അതിനാണ് നമ്മളുടെ ഇന്നർ വോയിസ് നമ്മളെ സഹായിക്കുന്നതും. ദൈവാധീനം ഉണ്ടെങ്കിൽ അപ്പോഴാണ് നമുക്ക് നല്ല ചോയ്സുകൾ എടുക്കാൻ പറ്റുന്നത് കേട്ടോ. അതുകൊണ്ടാണ് സ്പിരിച്വലി അവെയർ ആയിരിക്കണമെന്ന് ആൾക്കാരോട് പറയുന്നത്. ഭഗവാനെ, അപ്പോൾ ഈ 1ാമത്തെ ജപമാല എടുത്തവരുടെ ഓവറോൾ എനർജി എന്താണെന്ന് നോക്കാം. ഭഗവാനെ, ഭഗവാനെ, എന്താണ് എന്തിലെങ്കിലുമൊക്കെ വിശ്വസിക്കണം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാം. വിശ്വസിച്ച് കഴിഞ്ഞ് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് സംശയം ഉണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മൾ ഒന്നിലും വിശ്വസിക്കാതെ ഒരു കാര്യം നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ അത് എവിടെ എത്തും? ശരിയാണോ എന്നൊരു ഓരോ പ്രശ്നം വരുമ്പോഴും ഇത് ഞാൻ ശരിയായ വഴിക്കാണോ എന്നൊരു സംശയം നമ്മുടെ മനസ്സിൽ വരും. ഓക്കെ, ഹൈ പ്രീസ്റ്റസ് റിവേഴ്സും 10 ഓഫ് സ്വേർഡ്സും ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം നിങ്ങളുടെ വളരെ പെയിൻഫുള്ളായ ഒരു സിറ്റുവേഷൻ അവസാനിച്ചു കേട്ടോ. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ അവസാനിച്ചപ്പോൾ നിങ്ങൾക്ക് വളരെയധികം മാനസികമായും ചിലപ്പോൾ ശാരീരികമായും മുറിവുകൾ പറ്റിയിട്ടുണ്ടാവാം. ചതി, വഞ്ചന, നഷ്ടങ്ങൾ, മനസ്സിലായ, പിന്നെ തോൽവി, ഇതൊക്കെ നിങ്ങൾ അനുഭവിച്ചു എന്നാണ് പറയുന്നത്. ഇതാണ് നിങ്ങളുടെ ഓവറോൾ എനർജി. നിങ്ങൾ അതുകൊണ്ട് തന്നെ വളരെ കെയർഫുള്ളാണ്. ഇപ്പോൾ ഒന്നിലും വിശ്വാസമില്ല, ഒരു കാര്യവും ചെയ്യാനുള്ള ധൈര്യമില്ല. അതുപോലെ തന്നെ നിങ്ങൾ ഭയങ്കര ഇൻസെക്യൂർ ആണെന്നാണ് പറയുന്നത്. ഇത് വെർഗോ പൈസസ് സോഡിയാക് സൈൻ ആണ്. നമുക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ പേഴ്സണ് ഇപ്പോൾ ഈ റീഡിങ്ങിലുള്ളവർക്ക് അവർ ശരിയായ വഴിക്കാണോ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ബ്ലോക്കേജ് വരുന്നത്, അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മുമ്പോട്ട് പോവാതെ ഇവിടെ തന്നെ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നതെല്ലാം നഷ്ടത്തിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ തോൽവിയിലേക്ക് പോകുന്നത് എന്താണ് എന്നൊരു സംശയമുള്ളവരായിരിക്കാം ഇവിടെ ഉള്ളത്. ഭയങ്കര സ്ട്രെസ്സാണ്, ഡിപ്രഷൻ. പ്ലാനിങ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ പ്ലാനിങ് ചെയ്യാഞ്ഞിട്ടല്ല, നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടാണ് കാര്യങ്ങൾ തുടങ്ങുന്നത്. പക്ഷേ ഒന്നും അങ്ങോട്ട് പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ബ്ലോക്കേജസ് വരുന്നു, അതല്ലെങ്കിൽ നിന്നു പോകുന്നു. അതാണ് നിങ്ങൾക്ക് അറിയാത്തത്. അപ്പോൾ ചതി, വഞ്ചന, മറ്റു വിശ്വസിക്കുന്നവർ വഞ്ചിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങളെ കൂടെ നിൽക്കുന്നവർ തന്നെ നിങ്ങളെ വഞ്ചിക്കുന്നുണ്ട്. അപ്പോൾ 10 ഓഫ് സ്വേർഡ്സിന് ഇതൊരു റിലേഷൻഷിപ്പാണ്. ആത്മാർത്ഥമായ 2 പേര് തമ്മിൽ, ചിലപ്പോൾ ഒരു ബിസിനസ് ഡീലായിരിക്കാം, അല്ലെങ്കിൽ സ്നേഹമായിരിക്കാം, അല്ലെങ്കിൽ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ്, അമ്മയിൽ നിന്നുള്ള അച്ഛനിൽ നിന്നുള്ള വേദനയായിരിക്കാം. എന്തായാലും 2 ഓഫ് കപ്സ് റിവർ. 2 ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആണ്. അത് ഡിറ്റാച്ച്മെൻ്റ് ആയിട്ട് മാറി. അവിടെ നിന്ന് വേദനയാണ് ഭയങ്കരം. അപ്പോൾ അവിടെ നിന്നൊരു ആ സൈഡിൽ നിന്നാണ് ഒരു വേദന വന്നേക്കുന്നത് നിങ്ങൾക്ക്. അവിടെ നിന്നാണ് അത് തിരിച്ചു വേണം. ഒരു ഏസ് ഓഫ് പെൻറ്റക്കിൾസ് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു, തിരിച്ച് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നടക്കൂ. ഭയങ്കര സ്ട്രെസ്സാണ് നിങ്ങൾക്ക് ഇവിടെ നിന്ന്. വിശ്വാസ വഞ്ചന. അപ്പോൾ ഇവിടെ മേജർ സോഡിയാക് സൈൻസ് ആകെ 2 ഉള്ളൂ. പിന്നെ ഇനി ഞാൻ നോക്കാൻ പോകുന്നത് നിങ്ങൾ ശരിയായ വഴിക്കാണ് പോകുന്നത്, ശരിയായ പാതയിലാണോ, ഇതാണ് നമ്മൾ നോക്കുന്നത്. ശരിയായ പാതയിലാണോ അല്ലയോ, നിങ്ങൾ ശരിയായ പാതയിലാണോ അല്ലയോ, ശരിയായ പാതയിലാണോ അല്ലയോ. ഇവിടെ നിങ്ങൾ ശരിയായ പാതയിലാണെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ നല്ലോണം പണമുള്ള ആരെങ്കിലും ആയിരിക്കും. ഇഷ്ടംപോലെ പണം എന്ന് വെച്ചാൽ ഹാർഡ് വർക്ക് ചെയ്ത് അതിൽ നിന്ന് നമ്മൾ ചെടി നട്ട് അത് നമ്മൾ കെയർഫുള്ളായിട്ട് പരിപാലിച്ച് അതിൽ നിന്നുണ്ടാവുന്ന ഫ്രൂട്ട്സ്,
അത് ഹാർഡ് വർക്ക് അതിൽ നിന്നുണ്ടാവുന്ന ഫലങ്ങൾ അതാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടംപോലെ സ്വത്തുള്ള ആളായിരിക്കാം, ഇഷ്ടംപോലെ പേരും പ്രശസ്തിയുള്ള ആളായിരിക്കാം. ചിലപ്പോൾ ഇതൊരു ഫീമെയിൽ എനർജിയാണ്, ഇത് മെയിൽ എനർജി കൂടുതൽ ഫീമെയിൽ എനർജി ഉള്ള ഒരു മെയിൽ എനർജിയും ആവാം. അപ്പോൾ ഇവിടെ ഈ എനർജി എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ സ്വത്തും പണമൊക്കെ ഉണ്ട്, പേരും പ്രശസ്തിയുണ്ട്. പക്ഷേ ഇവർക്ക് തുണയായിട്ട് അല്ലെങ്കിൽ ഇവരെ സ്നേഹിക്കാൻ ആരുമില്ല. മനസ്സിലായോ? അപ്പോൾ കുട്ടികളുള്ള ആളായിരിക്കാം, ഇപ്പോൾ സിംഗിൾ ആണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഡിവോഴ്സ്ഡ് ആയിരിക്കാം, അല്ലെങ്കിൽ സ്പൗസ് മരിച്ചു പോയ ആളായിരിക്കാം. മനസ്സിലായോ? അപ്പോൾ ഇത് ടോറസ് വെർഗോ കാപ്രിക്കോൺ ആണ് സോഡിയാക് സൈൻ. ഇവർ ഭയങ്കര കണ്ടൻ്റാണ്, എല്ലാം സ്വയം ചെയ്യാൻ കഴിവുള്ള ആൾ. പക്ഷേ ഒരു കൂട്ടിനൊരാളില്ലാത്ത പോലെ. കൂട്ടിനൊരാളെന്ന് പറയുമ്പോഴത്തേക്കും കടയിൽ പോകാനും, എന്നോടൊരു പണ്ടൊരു സ്ത്രീ പറഞ്ഞു അവർക്ക് കല്യാണം കഴിക്കുന്നത് എന്തിനാണ്, കടയിൽ നിന്ന് ഇത്തിരി സാധനം മേടിക്കാനെങ്കിലും ഒരാൾ വേണ്ടതെന്നാണ് അവരെന്നോട് പറഞ്ഞത്. അപ്പോൾ ഓരോരുടെയും മാരേജിൻ്റെ കോൺസെപ്റ്റ് നമ്മൾക്ക് ഓരോരുത്തർക്കും വ്യത്യാസമാണ്. നമ്മളെല്ലാവരും വരിക്കും കല്യാണം കഴിക്കണം, എന്തിനാണ് കല്യാണം കഴിക്കണേ, എന്താണ് നമ്മൾക്ക് കല്യാണം കഴിക്കുക എന്നുള്ള ഉദ്ദേശം പലർക്കും പലതാണ്. മനസ്സിലാണോ? അപ്പോൾ ഇവർക്ക് എല്ലാം ഉണ്ട്. ചിലപ്പോൾ കാറ് സ്വയം ഡ്രൈവ് ചെയ്ത് പോകുന്ന ആൾ, എല്ലാ കാര്യങ്ങളിലും അറിവുള്ള ആളാണ്. പക്ഷേ ഒരു കൂട്ട്, മനസ്സിലായോ? അതാണ് ഇവർക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇവർ ശരിയായ വഴിയിലാണ് പോകുന്നത് എന്നാണ് പറയുന്നത്. നിങ്ങൾ ശരിയായ വഴിക്കാണ് പോകുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒറ്റയ്ക്ക് ആവുമ്പോൾ ഒരു ആഗ്രഹം വരുമ്പോൾ എന്ത് പറ്റുമെന്ന് പറയാം, അത് അറിയുന്നവർ മുതലെടുക്കാൻ നോക്കും. അങ്ങനെ ചിലപ്പോൾ ഒരു സിറ്റുവേഷനിൽ പെട്ടതായിരിക്കാം നിങ്ങൾ. എന്തായാലും ഇവിടെ ഇങ്ങനൊരു എക്സ്പീരിയൻസ് വന്നതുകൊണ്ട് നിങ്ങൾക്കൊരു ടെൻഷനുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇതിന്ന് മുമ്പോട്ട് പോകാൻ നിങ്ങൾ പക്ഷേ എന്ന് വെച്ചാൽ എൻ്റെ പേരും അപ്പം നമ്മൾ ചെറുപ്പത്തിലെ പെൺകുട്ടികളെയും ആൺകുട്ടികളെയും കല്യാണം കഴിക്കുക വെച്ചാൽ ഓരോ പ്രായം കൂടുന്തോറും നമ്മൾ എക്സ്പീരിയൻസ് വരുമ്പോൾ നമ്മളുടെ മൈൻഡ് സെറ്റാവും. മനസ്സിലായി? പിന്നെ ഒരാളോട് എനിക്ക് ഓക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ, പല പ്രശ്നങ്ങളുണ്ടാവും. തുവർത്ത് ഷെയർ ചെയ്യില്ല. ഞാൻ സില്ലി ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞു, പക്ഷെ അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഓരോരുത്തർക്ക്. എൻ്റെ തോർത്ത് എൻ്റേതാണ്, വേറെ ആരും യൂസ് ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. എന്നാലും ചില ഭാര്യയും ഭർത്താവും ഒരേ തോർത്ത് യൂസ് ചെയ്യുന്നവരുണ്ട്. മനസ്സിലായി? പല കാര്യങ്ങളും അങ്ങനെയാണ്. അപ്പോൾ ഞാൻ വളരെ സില്ലി ആയിട്ടുള്ളൊരു എക്സാമ്പിളാണ് നിങ്ങൾക്ക് തന്നത്. പക്ഷേ ഇതിലൊക്കെ നമ്മളുടെ മനസ്സ് കയറി സെറ്റാവും. പിന്നെ നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോൾ കാലത്തെ കാപ്പി കുടിക്കുന്ന ആൾ ഞാൻ, എൻ്റെ ലൈഫിലേക്ക് വരുന്ന ആൾ ചായ കുടിക്കുന്ന ആൾ. പക്ഷേ ഒന്നില്ലെങ്കിൽ ഞാൻ ചായ കുടിക്കാൻ തുടങ്ങണം, അല്ലെങ്കിൽ പുള്ളി കാപ്പി കുടിക്കാൻ തുടങ്ങണം, അല്ലേ? അല്ല, രണ്ടുപേരും രണ്ടാകുമ്പോൾ രണ്ട് തരമാണ്. അപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിനും കോംപ്രമൈസിനുള്ള മൈൻഡ് മാറും പ്രായം കൂടുന്തോറും. ഞാൻ എന്തിനും അഡ്ജസ്റ്റ് ചെയ്യണം? മനസ്സിലായി? ഞാൻ ഇങ്ങനെയാണ് ജീവിച്ചത്, ഞാൻ മാറില്ല. അപ്പോൾ ആ ഒരു സെറ്റ് മൈൻഡ് ഇവിടെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ ചേഞ്ചസ് ആഗ്രഹിക്കുന്നില്ല, പക്ഷെ ഒരു ആവശ്യമുണ്ട്. അപ്പോൾ തന്നെ ഇവിടെ ഒരു കോൺട്രഡിക്ഷൻ വന്നു. അഡ്ജസ്റ്റ് ചെയ്യാൻ റെഡിയല്ല, പക്ഷേ എനിക്കൊരു കൂട്ട് വേണം. അപ്പോൾ ഈ കാര്യത്തിനെ കുറിച്ച് അധികം ചിന്തിക്കാത്തൊരു എനർജിയാണ്. അതുകൊണ്ടായിരിക്കും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. പക്ഷേ യൂണിവേഴ്സ് പറയുന്ന നിങ്ങൾ ശരിയായ വഴിയിലൂടെയാണെന്ന് പറയുന്നുമുണ്ട്. നമുക്ക് നോക്കാം, നിങ്ങൾ ശരിയായ വഴിക്കാണ്. അപ്പോൾ ഞാനത് അവസാനത്തെ ചോദ്യം, നിങ്ങളുടെ ശരിയായ വഴി എന്താണ്, അത് ചോദിക്കുന്നില്ല. കാരണം ഇവിടെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾ ശരിയായ വഴിയിലൂടെയാണ് പോകുന്നതെന്ന്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കപ്പാസിറ്റി എന്താണ്? അതാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഹാർഡ് വർക്ക് ചെയ്യാനും പണം ഉണ്ടാക്കാനും അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് അത് ഷെയർ ചെയ്യാനുമുള്ള മൈൻഡ് ഉണ്ട് നിങ്ങൾക്ക് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കപ്പാസിറ്റി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നല്ലോണം ബിസിനസ് ചെയ്യാൻ അറിയാം, പണം. അതുകൊണ്ടാണ് നിങ്ങൾ സിംഗിൾ ആണെങ്കിലും നല്ല ഫേമസും നിങ്ങളുടെ ഫീൽഡിൽ നിങ്ങൾ ഭയങ്കര പ്രശസ്തമാണ്, നല്ലോണം പണം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഭയങ്കര അബണ്ടൻ്റ് ആണ്, നിങ്ങൾക്ക് പണം ഉണ്ടാക്കാൻ അറിയാം, നിങ്ങൾക്ക് 100% ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനകത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ അറിയാം. പക്ഷേ നിങ്ങളുടെ കേപ്പബിലിറ്റി വളർത്താനുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കുറച്ചൊരു ഇൻസെക്യൂർ ആണ്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ നിങ്ങളുടെ പൊട്ടൻഷ്യലിറ്റിയാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ സെക്യൂർ ആവണം, കോൺഫിഡൻ്റ് ആവണം. അതുകൊണ്ടാണ് നിങ്ങളെ മിസ്യൂസ് ചെയ്യുന്ന ആളുകൾ. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ, ഇത് 2 ചോദ്യമായിട്ട് ചോദിക്കേണ്ട കാര്യമാണ്. നിങ്ങളുടെ കേപ്പബിലിറ്റീസ് എന്താണ്, നിങ്ങളുടെ വീക്ക്നെസ്സസ് എന്താണെന്ന്. പക്ഷേ ഈ അടുത്ത റീഡിങ്ങിൽ ഞാൻ അങ്ങനെ നോക്കാം. ഈ റീഡിങ്ങിൽ നിങ്ങളുടെ കേപ്പബിലിറ്റി ഇതും നിങ്ങളുടെ വീക്ക്നെസ്സസ് ആണ് ഇത് കാണിക്കുന്നത്. ഇത് ഞാൻ വേറെ ആയിട്ട് കാണുന്നില്ല. നമുക്കിത് സെപ്പറേറ്റ് ആയിട്ട് ക്ലാരിഫൈ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ വീക്ക്നെസ്സസ് കാണിക്കുന്നത് പേജ് ഓഫ് കപ്സ് റിവേഴ്സ് ആണ്. വളരെ ഇമ്മാച്യൂർഡായ എനർജി, മറ്റുള്ളവരുടെ ഐഡിയാസും ഒപ്പീനിയൻസും കേൾക്കാനുള്ള മടി, അതിന് വില കൊടുക്കാനുള്ള മടി.
അതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ ഓൾറെഡി നിങ്ങളുടെ മൈൻഡ് സെറ്റായ മൈൻഡാണെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ കൂടെ തന്നെ പോവുള്ളൂ, നിങ്ങൾ മാറാൻ റെഡിയല്ല. പിന്നെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ ഉള്ളിലൊരു ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ട്. ഒരു എനിക്കിത് വേണം, എന്നാലും ഞാൻ ഈ കാര്യത്തിൻ്റെ എല്ലാ സിറ്റുവേഷനും നമ്മൾ ചോയ്സ് എടുക്കുമ്പോൾ, നമ്മളൊരു കാര്യം ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ചൂസ് ചെയ്തേക്കുന്ന പാത്ത് കറക്റ്റ് ആണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ പക്ഷേ നിങ്ങളുടെ എന്താ പറയുക, കേപ്പബിലിറ്റി ഇതും വീക്ക്നെസ്സസ് ഇതുമാണ്. ഈ വീക്ക്നെസ്സസ് നിങ്ങൾക്ക് പണി തരുന്നുണ്ട്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് ചെവി കൊടുക്കുന്നില്ല, മറ്റുള്ളവരായിട്ട് കോംപ്രമൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, നിങ്ങളുടെ ഉള്ളിൽ കൺഫ്യൂഷൻ ഉണ്ട്. പക്ഷേ മറ്റുള്ളവർ നിങ്ങളെ അഡ്വൈസ് ചെയ്യാൻ തോന്നുന്നു, നിങ്ങളത് എടുക്കുന്നില്ല. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ. ഞാനിത് ഈ നിങ്ങളുടെ കേപ്പബിലിറ്റീസ് പിന്നെയും അത് തന്നെ വന്നേക്കുന്നുണ്ടോ, 9 of Pentacles. അപ്പോൾ നിങ്ങൾ വളരെ ഒറ്റയ്ക്ക് ഇതാണ്, നിങ്ങളൊരു ടീം പ്ലെയർ അല്ല, ഒറ്റയ്ക്ക് കാര്യങ്ങൾ നടത്തുന്ന ആളാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഫ്യൂച്ചറിൽ ഒരാളുമായിട്ട് റിലേഷൻഷിപ്പ് തുടങ്ങിയാൽ തന്നെ ഓരോ കാര്യങ്ങളിൽ ആ പേഴ്സണും കൂടി ഇൻവോൾവ് ആകുമ്പോൾ നമ്മൾ ചിലത് കണ്ടിട്ടില്ലേ, ബ്രേക്കപ്പ് ആകുമ്പോഴത്തേക്ക് ഒരാളങ്ങ് തീരുമാനിക്കും, മുങ്ങിക്കളയും. അത് ഒറ്റയ്ക്ക് രണ്ടുപേര് തമ്മിൽ റിലേഷൻഷിപ്പ് ആകുമ്പോൾ രണ്ടുപേര് ഡിസ്കസ് ചെയ്ത് ഒരു തീരുമാനത്തിൽ എത്തിയിട്ട് വേണം മുമ്പോട്ട് പോകണോ വേണ്ടേന്ന് തീരുമാനിക്കും. ചിലർ മുങ്ങിക്കളയും, ഡിസ്കസ് ചെയ്യില്ല. ഞാൻ അല്ലെങ്കിൽ വിളിച്ചു പറയും, ഞാൻ തീരുമാനിച്ചു, എനിക്ക് റിലേഷൻഷിപ്പ് വേണ്ട, ഗുഡ് ബൈ, ഇത്രയേ ഉള്ളൂ. മനസ്സിലായോ? അപ്പോൾ അവിടെയാണ് പ്രശ്നം, അവിടെ ഒരു പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനാണ് നിങ്ങളുടെ. മനസ്സിലായോ? നിങ്ങളങ്ങ് തീരുമാനം എടുക്കും, വേണ്ട ഇത് ശരിയാകുന്നില്ല, വേണ്ട. മറ്റേ ആളെ വലിപ്പിച്ചുകൊണ്ടിരുന്നിട്ട് അവസാനം വന്നിട്ട് വേണ്ട ഇത് നിങ്ങൾ തീരുമാനിക്കുമ്പോൾ നിങ്ങൾ ഡിപ്പെൻഡബിൾ അല്ല എന്നൊരു ചിന്ത ആൾക്കാരുടെ ഉള്ളിൽ വരും, അങ്ങനെ ഒരു ചീത്തപ്പേര് വരും. അപ്പോൾ നിങ്ങളുടെ കേപ്പബിലിറ്റി, നിങ്ങൾ എല്ലാ കാര്യം സ്വയം ചെയ്യാൻ പറ്റുന്ന ആളാണ്. അതുപോലെ ജഡ്ജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അന്തിമ തീരുമാനം എടുക്കണം എല്ലാ കാര്യത്തിലും. മനസ്സിലായോ? ഇങ്ങനെ പോയി ഇതിലൊരു തീരുമാനം എടുക്കണം, ഞാൻ എടുക്കണം, മറ്റുള്ളവർക്ക് ഞാൻ ആ തീരുമാനം വിട്ടുകൊടുക്കില്ല. അതൊക്കെ പ്രശ്നം, റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ നിങ്ങളുടെ വീക്ക്നെസ്സസ് ആണ് ഈ കാണിക്കുന്നത്. ഇൻസെക്യൂരിറ്റി, ഒട്ടും ഇമോഷണൽ മെച്യൂർഡ് അല്ല നിങ്ങളെന്നൊക്കെയാണ് പറയുന്നത്. പെട്ടെന്ന് ഡിസപ്പോയിൻറ്റഡ് ആവും, ഒരു കാര്യത്തിലും വർക്ക് ചെയ്യാനുള്ള മൈൻഡില്ല, പ്രത്യേകിച്ച് റിലേഷൻഷിപ്പിലാവുമ്പോൾ. റിലേഷൻഷിപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് മടിയാണ്. ഒരെണ്ണം നിന്ന് കഴിയുമ്പോൾ നിങ്ങൾ ഓക്കെ അടുത്തത് നോക്കാം എന്നൊരു ചിന്ത, അത് അവിടെ നിന്ന് ജോലിയുടെ കാര്യത്തിൽ, നിങ്ങളുടെ ബിസിനസ്സിൻ്റെ കാര്യത്തിലും, അല്ലെങ്കിൽ വീട് പണിയുടെ കാര്യം, അങ്ങനെയുള്ള പ്ലാനുകളെല്ലാം നിങ്ങൾ നിന്ന് ഹാർഡ് വർക്ക് ചെയ്യും. റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ക്ഷമയില്ല, അതാണ് പ്രശ്നം. അപ്പം നിങ്ങൾ പെട്ടെന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്യും, മറ്റുള്ളവർ എന്നെ പൊട്ടനാക്കാൻ പോകാനോ പൊട്ടിയാക്കാൻ നോക്കുകയാണോ എന്നൊക്കെ ഒരു സംശയം വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു കാലം ഇങ്ങനെ വെച്ചിട്ട് ഒരു കാലം ഇങ്ങനെ പതുക്കെ വലിക്കാൻ പറ്റുന്ന വിധത്തിലാണ് റിലേഷൻഷിപ്പിലേക്ക് കയറുന്നത്. ശരിയാ അല്ലെങ്കിൽ പോവാം എന്ന മട്ടിലാണ്. അതുകൊണ്ട് തന്നെ റിലേഷൻഷിപ്പ് ശരിയാവില്ല, കാരണം നിങ്ങളൊരു ഓപ്ഷൻ ഇട്ട് കഴിഞ്ഞു, ശരി അല്ലെങ്കിൽ കുഴപ്പമില്ല ഞാൻ പൊക്കോളാം എന്ന്. മനസ്സിലാണ്ടോ? അപ്പോൾ അതാണ് ഇവിടെ കാണിക്കുന്നത്. ന്യൂ ബിഗിനിങ്ങിന് നിങ്ങൾ എപ്പോഴും റെഡിയാണ്, ഇത് പോട്ടെ വേറെ നോക്കാം എന്നൊരു സിറ്റുവേഷൻ. അപ്പോൾ നിങ്ങൾ ഡ്രസ്സ് മാറുന്ന പോലെയാണ് നിങ്ങൾ റിലേഷൻഷിപ്പ് നോക്കുന്നതെന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ ഏസ് ഓഫ് പെന്റക്കിൾസ് റിവേഴ്സ് വന്നേക്കുന്ന ഒരു ന്യൂ ബിഗിനിങ് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു കാര്യത്തിൻ്റെ അഗാധതയിലേക്ക് പോയിട്ട് എന്തുകൊണ്ട് പ്രശ്നമുണ്ടാകുന്നു, ആരാണ് പ്രശ്നം എന്ന് ചിന്തിക്കാനുള്ള മടിയാണ് നിങ്ങൾക്ക്. നിങ്ങൾ ലവ് ഓഫർ കൊടുക്കില്ല, നിങ്ങളുടെ അടുത്തേക്ക് ആളുകൾ വരണം, അങ്ങനെയാണ്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എല്ലാം നിങ്ങൾ അന്വേഷിച്ച ആളുകൾ വരികയാണ്. അപ്പോൾ നിങ്ങൾ അന്വേഷിച്ച ആളുകൾ വരുമ്പോൾ അവർക്കാണ് നിങ്ങളുടെ ആവശ്യം, നിങ്ങൾക്കല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ വർക്ക് ചെയ്യാൻ റെഡി ആവില്ല, ആ പോണത് പോലെ പോട്ടെ എന്നൊരു സിറ്റുവേഷനാണ്. അതുപോലെ തന്നെ ലവ് നിങ്ങൾ റിജക്റ്റ് ചെയ്യുന്നുണ്ട്, മൈൻഡ് കൊണ്ട് നിങ്ങൾ ലവ് റിജക്റ്റ് ചെയ്യുന്നുണ്ട്, കാരണം നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് നിങ്ങളുടെ കരിയറാണ്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ കേട്ടോ. അപ്പോൾ നിങ്ങൾ ശരിയായ പാത്തിലാണ്, പക്ഷെ നിങ്ങൾ യൂസ് ചെയ്യുന്ന മീൻസ് ഉണ്ടല്ലോ, അതാണ് നിങ്ങളെ കുടിച്ചാടിക്കുന്നത്. അപ്പോൾ ഇതാണ് അക്വാരിയസ്, സോഡിയാക് സൈൻസ് ആണ് പറയുന്നത്. അക്വാരിയസ് ഉണ്ട്, സ്ട്രോങ് ആണ്. സ്കോർപ്പിയോ ഉണ്ട്, പിന്നെ ടോറസ്, ലിയോ, അക്വാരിയസ്, സ്കോർപ്പിയോ. പിന്നെ ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു, വേറെ സ്ട്രോങ് ആയിട്ടുള്ള സോഡിയാക് സൈൻസ് ഒന്നും ഇവിടെ ഇല്ല കേട്ടോ. അപ്പോൾ ആദ്യത്തെ റീഡിങ് ഞാനിവിടെ നിർത്തുകയാണ്. നമുക്കിനി രണ്ടാമത്തെ റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങൾ ശരിയായ വഴിക്കാണോ എന്നാണ് നമ്മൾ നോക്കുന്നത്, ശരിയായ പാതയിലാണോ. രണ്ടാമത്തെ റീഡിങ് ഭഗവാനെ, നിങ്ങൾക്കുള്ള ഓറക്കിൾ മെസ്സേജ് നമുക്ക് നോക്കാം.
ചേഞ്ചിൻ്റെ കാർഡ് കണ്ടു അവിടെ. നമുക്ക് നോക്കാം അത് വീഴുന്നത്. ഡംറു. ഓക്കെ, ഇതല്ല വന്നത്. വന്നേക്കുന്ന കാർഡ് എംബ്രേസ് ഫൊർഗിവ്നെസ് ആൻഡ് എംബ്രേസ് പോസിറ്റിവിറ്റി. അപ്പോൾ നിങ്ങളോട് ആരെങ്കിലും തെറ്റ് ചെയ്തെങ്കിൽ അവരോട് ക്ഷമിക്കാനുള്ള മനസ്സ് വേണം. അതുപോലെ തന്നെ എല്ലാം പോസിറ്റീവായിട്ട് കാണാനുള്ള ഒരു മനസ്സ് വേണം എന്നാണ് പറയുന്നത്. പിന്നെ എംബ്രേസ്, ഇതിലും അത് തന്നെയാണ്. രണ്ട് കാർഡും ഒന്ന് തന്നെ പറയുന്നത്. എംബ്രേസ് പോസിറ്റീവ് ഔട്ട്ലുക്ക്, സീക്ക് സൊല്യൂഷൻസ് നോട്ട് പ്രോബ്ലംസ്. അപ്പോൾ മറ്റുള്ളവരോട് ക്ഷമിക്കാനുള്ള മനസ്സ് വരിക, അതുപോലെ തന്നെ കാര്യങ്ങളെ പോസിറ്റീവായിട്ട് കാണാൻ ശ്രമിക്കുക. പോസിറ്റീവായിട്ട് കാണും. പ്രോബ്ലംസിലല്ല നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ആ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാം, ഇതിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളോട്. അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി എന്താണ് ഭഗവാനെ? ഇപ്പോഴത്തെ എനർജി എന്താണ്? ഇപ്പോഴത്തെ എനർജി എന്താണ്? ഞാൻ ഡബിൾ എനർജി റിവേഴ്സാണ് കണ്ടത്. ടു ഓഫ് സ്വേർഡ്സ് റിവേഴ്സാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു ചോയ്സ് എടുക്കേണ്ട സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. ഇവിടെ ഒരു റൈറ്റ് ചോയ്സ് എന്ന് പറഞ്ഞ പരിപാടി ഇല്ല. എന്നുവെച്ചാൽ ചോയ്സ് നിങ്ങൾക്കുള്ളത് രണ്ടും കൊള്ളില്ലാത്ത ചോയ്സാണ്, മനസ്സിലാവണ്ടോ? പക്ഷേ തമ്മിൽ ഭേദം തൊമ്മെന്ന് നമ്മൾ പറയില്ലേ, ആ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ. ഒന്നും കൂടെ ഇല്ല, ഒരു കാർഡും കൂടെ വേണം. ഒരു കാർഡും കൂടെ പ്ലീസ്, ഒരു കാർഡും കൂടെ. കൂടുതൽ കാർഡ് വേണ്ട, ഒരേ ഒരു കാർഡ് വേണം പ്ലീസ്. താങ്ക് യു. അപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണ്. ഇതൊരു മാരീഡ് റിലേഷൻഷിപ്പാണ്. 10 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. 10 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് പെർഫെക്റ്റ് സിറ്റുവേഷനാണ്. പക്ഷേ അപ്പോൾ ഇവിടെ വേറൊരു ആരെങ്കിലും ഉണ്ടോ? ഈ പെർഫെക്റ്റ് സിറ്റുവേഷനും നിങ്ങളുടെ ലൈഫിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? തേർഡ് പാർട്ടി ആരെങ്കിലും? കാരണം നിങ്ങൾ ഒരു രണ്ട് സിറ്റുവേഷനിലും നിങ്ങൾ ഹാപ്പി അല്ല, മനസ്സിലാവും. നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ് ഇവിടെ. അതാണ് നിങ്ങളുടെ ഓവറോൾ എനർജി കാണിക്കുന്നത്. നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ്. നിങ്ങൾക്കൊരു ചോയ്സ് എടുക്കണം, പക്ഷേ നിങ്ങളുടെ മനസ്സിൽ രണ്ട് ചോയ്സും ശരിയല്ല. അപ്പോൾ കല്യാണത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ചോയ്സ് എടുക്കാനാണോ നിൽക്കുന്നത്? ഈ രണ്ട് പേരിൽ ആരെ വിവാഹം കഴിക്കണം? അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ രണ്ട് പേരുണ്ടാവാം. ഈ രണ്ട് പേരിൽ ഞാൻ ആരെയാണ് വിവാഹം കഴിക്കേണ്ടത്? രണ്ട് പേരെയും എനിക്കിഷ്ടമല്ല, ഐ എം നോട്ട് ഹാപ്പി എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. പക്ഷേ എനിക്കൊരു ചോയ്സ് എടുത്തേ പറ്റുള്ളൂ എന്നൊരു സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഹാപ്പിനെസ് വേണം, 10 ഓഫ് കപ്സ് വേണം. അത് നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. പക്ഷേ ഏതോ ഒരാളുമായിട്ട് നിങ്ങൾക്ക് 10 ഓഫ് കപ്സ് ഉണ്ട്, ഭയങ്കര ഹാപ്പിയാണ് നിങ്ങൾ. പക്ഷേ അത് നിങ്ങൾ മിസ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഈ രണ്ട് പേരെ ഉപേക്ഷിച്ച് കഴിഞ്ഞാലും നിങ്ങൾ ഇവരുമായിട്ടുള്ള ഈ ബന്ധം നിങ്ങൾക്കൊരു ഇല്ലാതെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കതൊരു ടെൻഷനായിട്ട് മാറില്ല. നിങ്ങൾക്ക് ഭയങ്കര സ്ട്രെസ്സാണ്. കിങ് ഓഫ് സ്വേർഡ്സ്, നിങ്ങളൊരു സ്റ്റാൻഡ് എടുക്കാണ്ടിരിക്കുകയാണ്, മനസ്സിലാണോ? അപ്പോൾ നിങ്ങൾക്ക് ഹാപ്പിനെസ് വേണം താനും, നിങ്ങളൊരു തീരുമാനം എടുക്കുന്നില്ല. തീരുമാനം മറ്റുള്ളവരെടുക്കണം. കാരണം തീരുമാനം എടുക്കാനും ധൈര്യം വേണം. തീരുമാനം എടുക്കുമ്പോൾ അതൊരു റെസ്പോൺസിബിലിറ്റിയാണ്. ഞാൻ ഒരു സൈഡ് എടുക്കുക എന്നാണ് പറയുന്നത്. ഈ സൈഡും ഈ സൈഡും. ഞാൻ ഈ സൈഡ് എടുക്കുകയാണെങ്കിൽ ഞാൻ ഈ സൈഡിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് വെച്ചാൽ അതിൽ എടുക്കുന്നത് എൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ ഞാൻ ഇവരെന്താണ് ഫോളോ ചെയ്യുന്നത് അതിൻ്റെ കൂടെ ഞാൻ നിൽക്കേണ്ടി വരും. അതെൻ്റെ റെസ്പോൺസ്. ഇവിടെ നിന്നിട്ട് ഇവിടുത്തെ ഫോളോ ചെയ്യാൻ എനിക്ക് പറ്റില്ല, അത് കള്ളത്തരമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ തീരുമാനം എടുക്കുക. കാരണം നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ബെറ്റർ എന്നൊരു പിടുത്തമില്ല. ആകെ മൊത്തം കൺഫ്യൂഷനാണ് നിങ്ങൾക്ക്. അതാണ് നിങ്ങളുടെ ഓവറോൾ എനർജി. അതുകൊണ്ടായിരിക്കും യൂണിവേഴ്സ് നിങ്ങൾക്ക് പോസിറ്റീവ് ഔട്ട്ലുക്ക് വെക്കണം, തെറ്റ് ചെയ്തവരോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞത്. നോക്കാം, ഇവിടെ സോഡിയാക് സയൻസ് കാണിക്കുന്ന എല്ലാം ഉണ്ട്. അക്വേറിയസ്, ലിബ്ര, ജെമിനി സ്ട്രോങ് ആണ്. അപ്പോൾ നിങ്ങൾ ഓവർ തിങ്കിങ് ആണ്, തലവേദനയാണ്. നിങ്ങൾ ചിന്തിച്ച് വട്ടായിക്കൊണ്ടിരിക്കുക. ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ, ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ശരിയായ വഴിയിലാണോ? നിങ്ങൾ ശരിയായ എന്നുവെച്ചാൽ നിങ്ങൾ ഇതിൽ രണ്ട് ഏത് ചോയ്സ് എടുക്കണം എന്നറിയില്ല. അപ്പോൾ നമുക്ക് ചോദിക്കാം, നിങ്ങൾ ശരിയായ വഴിയിലാണോ? നിങ്ങൾ എടുക്കുന്ന ചോയ്സ് ശരിയാകുമോ? ആദ്യത്തെ കാർഡിൽ എന്താണ് പറയുന്നത് നോക്കാം. ലവേഴ്സാണ്. നിങ്ങൾ എടുക്കുന്ന ചോയ്സ് ശരിയായിരിക്കും കേട്ടോ. അപ്പം നിങ്ങളായിട്ട് ചോയ്സ് എടുക്കണം. നിങ്ങൾ ചൂസ് ചെയ്യാൻ പോകുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ഒരു സോൾമേറ്റിനെ ആയിരിക്കാം, അല്ലെങ്കിൽ ഈ പേഴ്സൺ നിങ്ങൾ ചൂസ് ചെയ്യാൻ പോകുന്നത് ശരിക്കുള്ള വഴിക്കാണ്. നിങ്ങൾ ചോയ്സ് എടുക്കാൻ പ്രാപ്തിയുള്ള ആളാണ്. നിങ്ങൾക്ക് ചോയ്സ് എടുക്കാം, മനസ്സിലാവുണ്ടോ?
അപ്പോൾ നിങ്ങളുടെ മനസ്സിലാണ് തമ്മിൽ ഭേദം വരുന്നത്. ശരിക്കും ഇവരിൽ ഒരാൾ നല്ലതാണ്, അയാളെയാണ് നിങ്ങൾ ചൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് നിങ്ങൾ ഈ ഒരു ഓറക്കൽ മെസ്സേജ് കണ്ടില്ലേ, ആ ഒരു മെൻറ്റാലിറ്റിയിലേക്ക് വരുമ്പോഴേ നിങ്ങൾക്ക് ഇത് കറക്റ്റായിട്ടുള്ള ചോയ്സ് എടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ നിങ്ങൾ ചൂസ് ചെയ്യുന്ന ആൾ റൈറ്റ് ആയിരിക്കും. നിങ്ങൾക്ക് ലവേഴ്സ് ജെമിനി സോഡിയാക് സൈൻ ആണ്. പിന്നെ നിങ്ങൾ പക്ഷേ ചോയ്സ് എടുക്കാതെ എന്തുകൊണ്ടാണ്? നിങ്ങൾ ഭയങ്കര ഗ്രീഡി ആയതുകൊണ്ടാണ്. ചിലപ്പോൾ ഒരാൾക്ക് പൈസ ഉണ്ടാവും, സ്വഭാവം കൊള്ളില്ല. മറ്റേ ആൾക്ക് സ്വഭാവം നല്ലതായിരിക്കും, പൈസ കുറവായിരിക്കും. ഇതാണ് നിങ്ങളുടെ ആരെ ചൂസ് ചെയ്യണം? പൈസ കൂടിയ ആളെ ചൂസ് ചെയ്യണോ അതോ സ്നേഹം കൂടിയ ആളെ ചൂസ് ചെയ്യണം? ഇതാണ് നിങ്ങളുടെ കൺഫ്യൂഷൻ. അപ്പം നിങ്ങൾ ഭയങ്കര അവർ ചൂസ് ചെയ്യണമെങ്കിൽ എൻ്റെ ഡ്രീംസ് എല്ലാം സക്സസ്ഫുൾ ആകും. അതിലൊരാൾ എനിക്ക് മീൻസ് നിങ്ങൾക്ക് ഇപ്പോൾ പൈസ വേണം, വലിയ കാറ് വേണം, വലിയ വീട് വേണം, ഇഷ്ടംപോലെ പണം വേണം, ഇഷ്ടംപോലെ സാരി വേണം, ഇഷ്ടംപോലെ ഡ്രസ്സ് വേണം ആണാണെങ്കിൽ, ഇഷ്ടംപോലെ ലക്സറി വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ അവസാനം നിങ്ങൾക്കൊരു ടെൻഷനുണ്ട്. നിങ്ങളുടെ ഈ സ്വപ്ന നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങളെല്ലാം ഇടിഞ്ഞ്, കാരണം മാരേജ് എന്ന് പറഞ്ഞാൽ ചോയ്സ് എടുക്കുമ്പോൾ അത് ഒരിക്കൽ നടക്കുന്ന കാര്യമാണെന്നാണ് വെപ്പ്. ഓക്കെ, അപ്പോൾ അത് ഞാൻ ഒരാളെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങൾ എല്ലാം നഷ്ടമായി പോകുമോ എന്നൊരു ചിന്ത. ഞാൻ ഇതിൽ ആരെ ചൂസ് ചെയ്താലും എനിക്ക് നഷ്ടമുണ്ടാകുമോ എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ട്. അപ്പോൾ ഈ ഒരു സീക്രട്ടീവാണ് ഈ ഒരു ചിലപ്പോൾ നിങ്ങൾ പാസ്റ്റിൽ ആരെങ്കിലും ഉപേക്ഷിച്ചപ്പോൾ നിങ്ങൾക്കൊരു കർമ്മഫലം അവിടെ കിടക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ ഈ നിങ്ങളെ സ്നേഹിക്കുന്ന ആൾ വല്ലാതെ 2 കല്യാണ ഓപ്ഷനായിരിക്കും വന്നേക്കുന്നത്. ഈ സ്നേഹിക്കുന്ന ആളെ നിങ്ങൾ അബാൻഡൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് സീക്രട്ടാണ്, അത് ആർക്കും അറിയാൻ പാടില്ല. നിങ്ങൾ ചെയ്തത് ശരിയാണ് എന്നാണ് പറയുന്നത്, യെസ് ആണ് പറയുന്നത്, ചെയ്തത് ശരിയാണെന്നാണ് പറയുന്നത്. മനസ്സിലാവുണ്ടോ? ആ ചോയ്സ് എടുക്കാതിരുന്ന് നന്നായി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ ചോയ്സ്, കാരണം നിങ്ങൾ ഇവിടെ ചോയ്സ് അല്ല പ്രശ്നം, നിങ്ങളുടെ മനസ്സാണ്. മനസ്സിലായി? പ്രശ്നമാണെന്നല്ല ഞാൻ പറയുന്നത്, നിങ്ങളുടെ മനസ്സാണ്. നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങൾക്ക് കൺഫ്യൂഷനാണ്. നിങ്ങൾക്ക് ഇഷ്ടംപോലെ പണം വേണം, അതുപോലെ ഇഷ്ടംപോലെ സ്നേഹം വേണം. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്തൊരു നിങ്ങളൊന്ന് കളിപ്പിച്ചു. കാരണം ഇഷ്ടംപോലെ സ്വത്തുള്ള ആൾ അത്രയും നിങ്ങളോട് റൊമാൻറ്റിക് അല്ല. അതുപോലെ തന്നെ ഇഷ്ടംപോലെ റൊമാൻറ്റിക് ആയ ആൾ അത്രയും പൈസ ഇല്ലാത്ത ഒരു കളി സിറ്റുവേഷൻ പോലെ, അയാളെ വിശ്വാസമില്ല നിങ്ങൾക്ക്. ആ ഒരു സിറ്റുവേഷനിലാണ്. അപ്പോൾ ഏത് ചോയ്സ് എടുക്കണം, അതാണ് നിങ്ങൾ നോക്കുന്നത് ഇവിടെ യൂണിവേഴ്സ്. അപ്പോൾ നിങ്ങൾ ഇതിനു മുമ്പ് ചിലപ്പോൾ ഒരു റിലേഷൻഷിപ്പ് അബാൻഡൻ ചെയ്തിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾ സ്നേഹിക്കുന്ന ഒരാളും നിങ്ങൾ സ്നേഹിക്കാത്ത കല്യാണാലോചന ഉണ്ട്. സ്നേഹിക്കുന്ന ആൾക്ക് പണമില്ല, സ്നേഹമുണ്ട്. വന്നേക്കുന്ന കല്യാണാലോചന പണമുണ്ട്, സ്നേഹമില്ല. അധികം അറിയില്ല നിങ്ങൾക്ക്. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഈ പേഴ്സണെ അബാൻഡൻ ചെയ്യാൻ നോക്കുകയാണ്. അതാണ് ഇപ്പോൾ കറക്റ്റായിട്ടുള്ള റീഡിങ്. ഇവിടെ നിങ്ങൾ ശരിയായ പാത്തിലാണ്. അപ്പം നിങ്ങൾ ഈ പേഴ്സണെ അബാൻഡൻ ചെയ്യാനാണ് പ്ലാൻ. പക്ഷെ സീക്രട്ടായിട്ട് വെച്ചേക്കാണ്. യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ തീരുമാനിക്കുന്നത് ശരിയാണ് എന്നാണ്. അത് നിങ്ങൾക്കും ശരിയായിരിക്കാം, കാരണം നിങ്ങൾ ഈ പേഴ്സണായിട്ട് ഹാപ്പി ആയിരിക്കില്ല. രണ്ടാമത്, നിങ്ങളെ പോലത്തെ ഒരാളെ വിവാഹം കഴിക്കുന്ന ഈ പേഴ്സണും ഒരിക്കലും ഹാപ്പി ആവില്ല. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഡിവോഴ്സ് എടുക്കും, അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ നിങ്ങളിങ്ങനെ ക്രിബ് ചെയ്തുകൊണ്ടിരിക്കും. മറ്റയാളെ കെട്ടിയാൽ മതിയായിരുന്നു, എന്തോരം ആലോചനകൾ കേട്ടിട്ടില്ലേ? ചില സ്ത്രീകളും പുരുഷന്മാരും വല്ല എന്തോരം ആലോചനകൾ വന്നതാണ് നിങ്ങളെ കെട്ടി എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അതുപോലത്തെ ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ പോയേനെ. അപ്പം നിങ്ങൾ പൈസയ്ക്ക് ഭയങ്കര ആയ ആളാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നങ്ങൾ മുഴുവൻ സാക്ഷാത്കരിക്കണം, അങ്ങനത്തെ ഒരാളാണ്. അപ്പം നിങ്ങൾ സ്നേഹമുള്ള ആളെ നിങ്ങൾ ചൂസ് ചെയ്യില്ല. നിങ്ങൾ ചൂസ് ചെയ്യാൻ പോകുന്നത് പണമുള്ള ആളെയാണ്. മനസ്സിലാവുണ്ടോ? അവസാനം നിങ്ങളൊരു ഡിസിഷൻ എടുക്കും. അപ്പം നിങ്ങൾ ഡിസിഷൻ എടുക്കുന്നത് റൈറ്റ് ആണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് കേട്ടോ. നിങ്ങൾ പോകുന്ന വഴി ശരിയാണ്, നിങ്ങളുടെ തീരുമാനം ശരിയാണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. പക്ഷേ നിങ്ങൾ ഒബ്സഷൻ, അപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന ആളെ ഒബ്സസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങളത് വിട്ടുകളയേണ്ടി വരും. ആ പേഴ്സണെ നിങ്ങളോട് അഗാധമായ സ്നേഹമുണ്ട്, നിങ്ങൾക്കും അഗാധമായ സ്നേഹമുണ്ട്. പക്ഷെ നിങ്ങൾ പ്രാക്ടിക്കലാണ്. മനസ്സിലായി? ഇവിടെ നിങ്ങൾ ചോയ്സ് എടുക്കുക. പണമാണ് എനിക്ക് വേണ്ടത്, അതാണ് നിങ്ങൾ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു സ്റ്റാൻഡ് എടുക്കും. ഇവിടെ വളരെ വളരെ എന്താ പറയുക, വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്റ്റാൻഡാണ് നിങ്ങൾ എടുക്കാൻ പോകുന്നത്. വളരെ ലോജിക്കലാണ്. നിങ്ങൾ ഹൃദയം കൊണ്ട് ചിന്തിക്കാതെ തല കൊണ്ട് ചിന്തിച്ച് ഒരു തീരുമാനം എടുക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ വിട്ടുകളയുകയാണ് ആ പേഴ്സണെ കേട്ടോ. ഇവിടെ ഒബ്സെസ്ഡ് ആണ് നിങ്ങൾ ആ പേഴ്സണായിട്ട്. കാണാൻ നല്ല ഭംഗിയുള്ള ആളായിരിക്കാം, ഭയങ്കര സ്നേഹമുള്ള, ചിലപ്പോൾ ഭയങ്കര ക്രിയേറ്റീവ് എഴുത്തുകാരനോ മീൻസ് നന്നായിട്ട് പാട്ട് പാടുന്ന ആരെങ്കിലും ആയിരിക്കും. പക്ഷേ പ്രശസ്തിയിലേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ചിലപ്പോൾ അമേരിക്കക്കാരൻ്റെ ആലോചന വന്നു, അല്ലെങ്കിൽ ഒരു അമേരിക്കയിലുള്ള ഒരു സ്ത്രീയുടെ ആലോചന വന്നപ്പോൾ നിങ്ങൾ ഇപ്പോൾ സ്നേഹബന്ധം തടയാൻ പോവുകയാണ്. അതാണ് നിങ്ങളുടെ തീരുമാനം. അപ്പോൾ ഇവിടെ സോഡിയാക് സൈൻസ് കാപ്രിക്കോൺ, ജെമിനി, ക്യാൻസർ, ഇത്രയും സോഡിയാക് സൈനാണ് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അപ്പോൾ നിങ്ങൾ ശരിയായ പാതയിലാണെന്നാണ് യൂണിവേഴ്സ്. അപ്പോൾ നിങ്ങളുടെ തീരുമാനം ശരിയാണ്. നിങ്ങളുടെ കേപ്പബിലിറ്റി എന്താണ്?
അതുപോലെ തന്നെ നിങ്ങളുടെ വീക്ക്നെസ് എന്താണ് നമ്മൾ രണ്ടും നോക്കുകയാണ് കേട്ടോ. കഴിഞ്ഞ റീഡിങ്ങിൽ അത് അത്ര അതങ്ങോട്ട് കാർഡ് തന്നെ യൂണിവേഴ്സ് കാണിച്ചു തന്നു, അത് മനസ്സിലാവണ്ടോ. അപ്പോൾ ആ ഒരു ഇതും കൂടെ വീക്ക്നെസ്സും കൂടെ ഞാൻ ഈ റീഡിങ്ങിലേക്ക് ആഡ് ചെയ്യുന്നതാണ്. ഇത് നിങ്ങളുടെ കേപ്പബിലിറ്റീസ്, എന്താണ് കേപ്പബിലിറ്റി. ഇവിടെ കിങ് ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആയ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന, വളരെ കാര്യപ്രാപ്തിയുള്ള ആളാണ്. മുൻപിൻ നോക്കാതെ ഒരു ഇമോഷൻ ഇതിനകത്ത് കൊണ്ടുവരാതെ വളരെ പ്രാക്ടിക്കലായിട്ട് തീരുമാനിക്കാൻ പറ്റുന്ന കഴിവുള്ള ആളാണ്. അതുപോലെ തന്നെ ഇമോഷണലി നിങ്ങൾ ഭയങ്കര ബാലൻസ്ഡ് ആണ്. വളരെ സ്ട്രോങ് കോമ്പിനേഷനാണിത്. ഒരു മെയിൽ എനർജിയാണ് നിങ്ങളുടെ ഉള്ളത്. നിങ്ങൾ ചിലപ്പോൾ ഒരു മെയിലായിരിക്കും, അല്ലെങ്കിൽ ഫീമെയിൽ ആണെങ്കിൽ തന്നെ വളരെ മെയിൽ ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു എനർജിയാണ് നിങ്ങളുടെ ഉള്ളത്. നിങ്ങളുടെ വീക്ക്നെസ്സസ് എന്താണ്? നിങ്ങൾക്ക് പെട്ടെന്ന് ബോറടിക്കും. അതുപോലെ തന്നെ നിങ്ങൾ എപ്പോഴും 2 ചോയ്സ് വെക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ചോയ്സസ് വെക്കുന്ന ആളുകളാണ്. നിങ്ങൾ റിലേഷൻഷിപ്പ് ജഡ്ജ് ചെയ്യുന്ന ആളാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുള്ളവർക്ക് മാത്രമേ നിങ്ങൾ എന്തെങ്കിലും കൊടുക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഓക്കെ, കുറച്ചൊരു ഉഴപ്പുള്ള എനർജിയാണെന്നാണ് പറയുന്നത്. നിങ്ങൾ എന്തെങ്കിലും ആവട്ടെ, നമ്മളെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ. അപ്പോൾ ഇവിടെ ഹെയർ ഓഫ് ഹാൻഡ്, ഇത് നിങ്ങളുടെ ശരിക്കുമുള്ള ഹെയർ ഓഫ് ഹാൻഡ്, നിങ്ങളുടെ വിവാഹ ജീവിതത്തിൽ നിങ്ങൾ കാണിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ ഇമോഷണൽ സീനിൽ നിങ്ങൾ കാണിക്കാൻ പോകുന്ന ഡിപ്പെൻഡബിലിറ്റി ആണെന്നാണ് പറയുന്നത്. പക്ഷേ വളരെ ഫാസ്റ്റായിട്ട് നിങ്ങൾ അതിൽ നിന്ന് ഇട്ട് പോരും. നിങ്ങൾക്ക് ലോങ് ടേം വേണം, പക്ഷേ മനസ്സിലായോ, ഇമോഷണൽ സപ്പോർട്ട് വേണം നിങ്ങൾക്ക്. പക്ഷേ നിങ്ങൾ അത് ഭയങ്കര പെട്ടെന്നാണ്, നിങ്ങൾക്ക് വയലൻറ്റും കൂടിയാണ് കുറച്ച്, മനസ്സിലായോ. എന്ന് വെച്ചാൽ പെട്ടെന്ന് ഇട്ടിട്ട് പോകും. ഇത് കുറച്ച് ഡിപ്പെൻഡബിളായ എനർജിയാണ്, പക്ഷെ നിങ്ങൾ ഒട്ടും ഡിപ്പെൻഡബിൾ അല്ല എന്നാണ് പറയുന്നത്. ടോറസ് സോഡിയാക് സൈനാണ് കാണിക്കുന്നത്. ഇവിടെ ഒട്ടും ഹാപ്പിനെസ് ഇല്ല. നിങ്ങൾ ഹാപ്പിനെസ്സിന് തൂക്കം കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് ലക്ഷറിയാണ് വേണ്ടത്, നിങ്ങൾക്ക് ഹാപ്പിനെസ് അല്ല. ചിലർ കണ്ടില്ലേ, ഞാൻ പൈസയ്ക്കാണ്, എനിക്ക് ആ സ്ത്രീയെ അല്ലെങ്കിൽ പുരുഷനെ ഇഷ്ടമല്ല, പക്ഷെ എന്നാലും ഇഷ്ടംപോലെ പൈസയുണ്ട്, എനിക്ക് അവരെ വേണം എന്ന് പറഞ്ഞ് വിവാഹം കഴിക്കുന്നവർ സ്നേഹത്തിനല്ല മുൻതൂക്കം കൊടുക്കുന്നത്. അവരുടെ ഫ്യൂച്ചറിൽ ലക്ഷറി, വലിയ കാർ, ഇതിനൊക്കെയാണ് മുൻതൂക്കം കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഹാപ്പിനെസ്സിനല്ല, ലക്ഷറിക്കാണ് മുൻതൂക്കം കൊടുക്കുന്ന ആളാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾ ഇവിടെ ഹാപ്പിനെസ്സിന് വേണ്ടി നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ സമയമില്ല. കിട്ടുന്നത് പോരട്ടെ എന്നൊരു ചിന്തയാണ്. പൈസയാണ് കൂടുതൽ കിട്ടുന്നതെങ്കിൽ ഓക്കെ എന്ന ചിന്താഗതി. വീക്ക്നെസ് എന്താണ്? നിങ്ങൾ ഒട്ടും കോൺഫിഡൻ്റ് അല്ല. നിങ്ങൾ മറ്റുള്ളവരുടെ സഹായമില്ലാതെ ജീവിതത്തിൽ ഉയരാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് ഇല്ലാത്ത ഒരാളാണ് നിങ്ങൾ, മനസ്സിലായോ. അതുകൊണ്ടാണ് നിങ്ങൾ നിന്ന സ്ഥലത്ത് ഉറച്ചു നിൽക്കാത്തത്. നിങ്ങളുടെ വാക്കിന് വ്യവസ്ഥയില്ലാത്ത ആളാണെന്ന് ഞാൻ പച്ചയായിട്ട് പറയാൻ ഇവിടെ കാണിക്കുന്ന കാര്യമാണ് പറയുന്നത് കേട്ടോ. അത് നിങ്ങളുടെ എനർജിയാണോ നിങ്ങളുടെ ചുറ്റുമുള്ള എനർജിയാണോ എന്ന് അറിയില്ല. എന്തിനാണ് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും. എന്തായാലും ഇവിടെ കാണിക്കുന്ന നിങ്ങൾ ഒട്ടും സ്വന്തം കാലിൽ നിൽക്കാൻ കേപ്പബിൾ അല്ല. നിങ്ങൾക്ക് ഡ്രീംസ് ഉണ്ട് ഇഷ്ടംപോലെ, അത് അച്ചീവ് ചെയ്യാനുള്ള ഹാർഡ് വർക്ക് ചെയ്യാനോ അതിനുള്ള ഒരു കേപ്പബിലിറ്റിയോ നിങ്ങൾക്കില്ല. അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരുടെ മുതുകത്ത് കയറി ആ ഉയരങ്ങൾ എത്തിപ്പിടിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്നാണ് പറയുന്നത്. മനസ്സിലാവുണ്ടോ? ഇവിടെ പൈസസ് സോഡിയാക് സൈൻ കാണിക്കുന്നുണ്ട്, ഇവിടെ ലിയോ ഉണ്ട്. പിന്നെ ഇവിടെ അപ്പോൾ ഇതാണ് നിങ്ങളുടെ റീഡിങ്. അപ്പോൾ ഇവിടെ 6 ഓഫ് പെൻറ്റക്കിൾസ് ആണ് കാണിക്കുന്നത്. നിങ്ങൾ വളരെ ജഡ്ജ്മെൻ്റലാണ്. നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷനിൽ എന്താ പറയുക, വിശ്വാസമില്ല, മനസ്സിലായോ. അപ്പോൾ 10 ഓഫ് പെൻറ്റക്കിൾസ് വേണമെന്നില്ല, പൈസയാണ് മെയിനായിട്ട് നിങ്ങൾക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ അതാണ് നിങ്ങളുടെ റീഡിങ്. പക്ഷേ നിങ്ങൾ ശരിയായ വഴിയാണ്. നിങ്ങളുടെ മനസ്സറിഞ്ഞിട്ട് യൂണിവേഴ്സ് നിങ്ങളെ മുമ്പോട്ട് തള്ളിക്കൊണ്ട് പോവുകയാണ്. നിങ്ങൾക്ക് ഇതാണ് വേണ്ടതെന്ന് യൂണിവേഴ്സിന് അറിയാം. ഇതിലെല്ലാം നിങ്ങൾ തീരുമാനമെടുത്ത് കഴിഞ്ഞു. നിങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ നിങ്ങൾ തീരുമാനമെടുത്തേക്കുന്നത് ശരിയാണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് കേട്ടോ. പൈസീസ് ആണിത്, റൈറ്റ്. അപ്പോൾ രണ്ടാമത്തെ റീഡിങ് കഴിഞ്ഞു. ഞാൻ റീഡിങ്ങിൽ ആരെയും കുറ്റപ്പെടുത്തുകയല്ല കേട്ടോ, ഞാൻ കാണുന്ന കാര്യം അങ്ങനെ തന്നെ പറയാണ്. ആ ഒരു എഫക്റ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പച്ചയായിട്ട് പറയുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നിങ്ങൾ പറയും യൂണിവേഴ്സ് എന്നെക്കൊണ്ട്, വിധി എന്നെക്കൊണ്ട് ഇത് ചാടിച്ചാന്ന് പറയും. അല്ല, നമ്മളുടെ ആഗ്രഹങ്ങൾ അനുസരിച്ചാണ് നമ്മളുടെ വഴി ദൈവം നമ്മളുടെ മുമ്പിൽ വെട്ടിത്തരുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ മൂന്നാമത്തെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. മൂന്നാമത്തെ ജപമാല സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള റീഡിങ് ഭവാനി. ഓറക്കൽ മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓം നമഃ ശിവായ, നമഃ ശിവായ, നമഃ ശിവായ, ഓം നമഃ ശിവായ, നമഃ ശിവായ, ഓം നമഃ ശിവായ, നമഃ ശിവായ,
ഓക്കെ, അത് പെട്ടെന്നായി. ഓൾറൈറ്റ്, ഇവിടെ കറക്റ്റിംഗ് യുവർ മിസ്റ്റേക്സ്, തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരുത്തണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഞാൻ വിചാരിച്ചു 2 കാർഡ് ഒരുപോലത്തെ ഇതിന് മുമ്പ് റീഡിങ്ങിൽ കണ്ടു. ഞാൻ വിചാരിച്ചു ഇനി രണ്ടാമത് ഷഫിൾ ചെയ്തിട്ടെടുക്കണം, പക്ഷേ അല്ല. അപ്പോൾ ഇത് നിങ്ങൾ കാണേണ്ട കാർഡ്സ് തന്നെയാണ്. കറക്റ്റിംഗ് യുവർ മിസ്റ്റേക്സ്, കുറ്റബോധം മാത്രം പോരാ, തെറ്റുകൾ തിരുത്താൻ ശ്രമിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ നിങ്ങളുടെ ഇന്നർ വോയിസ്, നിമിത്തങ്ങൾ കാണുമ്പോൾ അത് ശ്രദ്ധിക്കുക. നമ്പേഴ്സ്, ഏഞ്ചൽ നമ്പേഴ്സ്, പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കേൾക്കുമ്പോൾ, ശ്രദ്ധിക്കണം, അതിന് ചെവി കൊടുക്കണം കേട്ടോ. ഓരോ വാക്കുകൾ നമ്മൾ കേൾക്കും. നിങ്ങളുടെ സിറ്റുവേഷന് മറുപടിയാണ് വരുന്നത്. ബുൾ, നന്ദി, ഇത് പേഷ്യൻസ് ആണ്, ക്ഷമ. പിന്നെ തേർഡ് ഐ ചക്ര, കണക്ട് വിത്ത് ഡിവൈൻ ഗൈഡൻസ്. ഡിവൈൻ ഗൈഡൻസിനോട് കണക്ട് ചെയ്താൽ മാത്രം, തേർഡ് ചക്ര ക്ലിയർ ആയാൽ മാത്രമേ നിങ്ങളുടെ ഇന്നർ വോയിസ് നിങ്ങൾക്ക് ക്ലിയർ ആവുള്ളൂ കേട്ടോ. അപ്പോൾ തേർഡ് ചക്ര ക്ലിയർ ചെയ്യണം എന്നാണ് പറയുന്നത്. പിന്നെ എംബ്രേസ് ചേഞ്ച് ഓഫ് പ്ലേസ് വിത്ത് കോഷൻ. ഇതൊരു കോഷനാണ് നിങ്ങൾക്ക്, നിങ്ങളെ അലേർട്ട് ചെയ്യാനാണ്. നിങ്ങൾ പുതിയ സ്ഥലത്തേക്ക് പോകണം, അല്ലെങ്കിൽ ജോലി ട്രാൻസ്ഫർ, അല്ലെങ്കിൽ കോളേജ് പുതിയത്, സ്ഥലം പുതിയത്, വീട് മാറുന്നു, അങ്ങനെയൊക്കെ പോകുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ നിങ്ങളുടെ ഫാമിലി, നിങ്ങളിപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യാണ്, ഓഫീസിൽ തന്നെ ഇരിക്കുകയാണ്, വീട്ടിലേക്ക് പോകുന്നില്ല, കാരണം വീട്ടുകാർക്ക് പൈസ വേണം എന്ന് ചിന്തിച്ച് വീട്ടിൽ പോവാതെ, ആൾക്കാരോട് എന്താ പറയുക, ഇണങ്ങാതെ, അല്ലെങ്കിൽ ആൾക്കാരോട് ഇടപെടാതെ ഓഫീസിൽ തന്നെ ഇരിക്കുന്ന ആളാണെങ്കിൽ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ഫാമിലിക്ക് നിങ്ങളുടെ പൈസയേക്കാൾ കൂടുതൽ നിങ്ങളുടെ ഇമോഷണൽ സപ്പോർട്ടാണ് വേണ്ടത് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണ്, നിങ്ങൾ ശരിയായ വഴിക്കാണോ എന്നാണ് നമ്മൾ നോക്കുന്നത്. ഡബിൾ റിവേഴ്സാണ്, കുഴപ്പമില്ല. നിങ്ങളുടെ ഓവറോൾ എനർജിയാണ് കാണുന്നത്. ഭയങ്കര സ്ട്രെസ്സാണ് നിങ്ങൾക്ക്, അതുകൊണ്ടാണ് ഭയങ്കര ആങ്സൈറ്റി, ഡിപ്രഷൻ, നിങ്ങൾ ദുസ്വപ്നങ്ങൾ കാണുന്നുണ്ട്, ഉറക്കമില്ല, ഒരു കാര്യത്തിൽ ഭയങ്കര നിരാശ പോലെ, പിന്നെ ഒന്നും ശരിയാവില്ല എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ട്. നമുക്കത് ക്ലാരിഫൈ ചെയ്യാം. 9 ഓഫ് സ്വേർഡ്സ് ആണ്. ഒരു കാർഡും കൂടെ കിട്ടും. യെസ്, താങ്ക് യു സോ മച്ച്. അപ്പോൾ 3 ഓഫ് വാൻഡ്സ്. ഓക്കെ, നിങ്ങൾ എന്തോ ഒരു കാര്യത്തിൽ നിന്ന് വിട്ടു പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഒരു പുതിയ സംരംഭം, പുതിയൊരു തുടക്കം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ സ്ഥലം വിട്ടു പോകാൻ, ജോലിയിലെ ട്രാൻസ്ഫർ, റിലേഷൻഷിപ്പിൽ നിന്ന് ട്രാൻസ്ഫർ, എന്നുവെച്ചാൽ റിലേഷൻഷിപ്പ് ഇന്ന് പുതിയ റിലേഷൻഷിപ്പിലേക്ക് പോകാനോ ഒക്കെ നിങ്ങൾ എന്തോ ഒരു കാര്യം വിട്ടിട്ട് നിങ്ങൾ മുമ്പോട്ട് പോകാൻ പ്ലാൻ ഉണ്ട്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്തിട്ടും അതങ്ങോട്ട്, നിങ്ങളുടെ കപ്പൽ അങ്ങോട്ട് അടുക്കുന്നില്ല. മനസ്സിലായോ? അതെന്താണ്? അപ്പോൾ അതാണ് നിങ്ങൾക്ക് തലവേദന വരുന്നത്. ഭയങ്കര ടെൻഷനാണ്. നിങ്ങളുടെ ഫ്യൂച്ചർ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു മൂവ്മെൻറ്റിൽ, ഒരു എന്താ പറയുക, ഒരു ട്രാവലിൽ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറുന്നതിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന പോലെയാണ് നിങ്ങളുടെ എനർജി കാണിക്കുന്നത്. അക്വേറിയസ്, ലിബ്ര, ജെമിനി, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. അങ്ങനെയാണെങ്കിൽ എന്താണ് 7 ഓഫ് സ്വേർഡ്സ്? നിങ്ങൾ ആരോ പറ്റിക്കാൻ നോക്കുകയാണ്. അതെന്താ? ഒരു സ്നേഹബന്ധത്തിൽ നിന്നാണ് നിങ്ങൾ ഒഴിയാൻ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇഷ്ടമില്ലാതെ സ്നേഹബന്ധത്തിൽ കയറിയതാണോ? അതിപ്പോൾ ഒരു തലവേദനയായിട്ട് മാറിയിട്ടുണ്ടോ? നിങ്ങൾ കയറിയപ്പോൾ നിങ്ങൾ വിചാരിച്ചാൽ കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങി പോകാമെന്ന് വിചാരിച്ച് കയറിയതാണോ? പക്ഷേ ഇത് സീരിയസ് ആയോ? നിങ്ങൾ കയറി സീരിയസ് ആയോ? നിങ്ങൾ കാരണം തമാശയ്ക്ക് തുടങ്ങിയാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര സീരിയസ് ആണ്, നിങ്ങൾക്ക് ഇതിന് ഒഴിവാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ പിടിച്ച് കെട്ടിക്കുക എന്നൊക്കെ പറയല്ലേ, ആ ഒരു സിറ്റുവേഷനിലേക്ക് പോകുന്നുണ്ടോ? അങ്ങനെ ഒരു ഇത് കാണിക്കുന്നുണ്ടോ? ഒരു 7 ഓഫ് സ്വേർഡ്സ് റിവേഴ്സാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ സ്നേഹിക്കുന്ന ആൾ, നിങ്ങൾ ഈ പേഴ്സണെ കല്യാണം കഴിക്കാൻ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് സീരിയസ് ആയിട്ട് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ പക്ഷെ തുറന്ന് പറഞ്ഞാൽ അവരെ ആക്സെപ്റ്റ് ചെയ്യുമോ, അവരെന്ത് ഇതിലാണ് നിങ്ങൾ നോക്കുന്നത്, കാണുന്നത് എന്ന് നിങ്ങൾക്കറിയില്ല. കുറേ പ്രശ്നമാണല്ലോ ഇവിടെ. നിങ്ങൾ സത്യം തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഇവിടെ ഈ റിലേഷൻഷിപ്പ് സീരിയസ് ആയിട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ എന്തിനാണ് നിങ്ങൾക്ക് തലവേദന വരുന്നത്? അപ്പോൾ 3 ഓഫ് വാൻഡ്സ് വിക്ടറി. പക്ഷേ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ പെട്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി മാരീഡ് ആയ ഒരാളാണ്. അതാണ് പ്രശ്നം. ആണായാലും പെണ്ണായാലും നിങ്ങൾ ഓൾറെഡി മാരീഡാണ്. അപ്പോൾ മാരേജിൽ നിന്നുകൊണ്ടാണ്, അത് നിങ്ങൾ കുട്ടികളുണ്ട്, അല്ലെങ്കിൽ ഭാര്യ ഗർഭിണിയാണ്, സിംഗിൾ മദർ, സിംഗിൾ ഫാദർ, ആരോ ആയിക്കോട്ടെ. സിംഗിൾ മദർ, സിംഗിൾ ഫാദർ ആവില്ല.
ഇത് കല്യാണത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ആളാണ്, കുട്ടികളുള്ള ഒരാളാണ്, സ്ത്രീയായാലും പുരുഷനായാലും. ഒന്നില്ലെങ്കിൽ കുട്ടികളുള്ള ഒരു സ്ത്രീയാണ് നിങ്ങൾ, അല്ലെങ്കിൽ ഭാര്യ ഗർഭിണിയായ ഒരു പുരുഷനാണ് നിങ്ങൾ. എന്തായാലും നിങ്ങൾക്ക് അതും വിടാൻ പറ്റില്ല, ഇതും വിടാൻ പറ്റില്ല. ഇവിടെ നിങ്ങൾ തമാശയ്ക്ക് തുടങ്ങിയതാണ്, പക്ഷേ ഇവിടെ നിങ്ങൾ പെട്ടു. അതാണ് നിങ്ങൾക്ക് തലവേദന. ഇതിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് ആഗ്രഹമുണ്ട്. എന്തുകൊണ്ടാണ്? നിങ്ങൾ ഓൾറെഡി മാരീഡാണ്, സക്സസ്ഫുൾ ആയി മാരീഡായ ഒരു റിലേഷൻഷിപ്പിലാണ് നിങ്ങൾ. ഭാര്യ ഒരു തരത്തിലും നിങ്ങൾ ഇവിടെ ഹാപ്പി അല്ലാത്തത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ ഇവിടെ വന്ന് കയറിയത്. പക്ഷെ ഇവിടെ വന്ന് കയറിയപ്പോൾ നിങ്ങളൊരു ടൈം പാസ്സാണ് ഉദ്ദേശിച്ചത്. ഇവിടെ പെടുമെന്ന് വിചാരിച്ചില്ല, സ്നേഹം ഇവിടെ ഉടലെടുക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചില്ല. പക്ഷെ സ്നേഹം ഉടലെടുത്തു. ഇപ്പോൾ തേർഡ് പാർട്ടിയെ നിങ്ങൾ നിങ്ങളുടെ വൈഫിനേക്കാളും അല്ലെങ്കിൽ ഹസ്ബൻഡിനേക്കാളും കൂടുതൽ സ്നേഹിക്കുന്നുണ്ട്. ഇവിടുത്തെ ഈ ഒരു എനർജി എന്ന് പറഞ്ഞാൽ വളരെ വിഷമുള്ളൊരു പാമ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡിവോഴ്സ് കിട്ടില്ല. സ്ത്രീ ആയാലും പുരുഷനായാലും നിങ്ങൾക്ക് ഡിവോഴ്സ് തരില്ല അവർ. മനസ്സിലായോ? അപ്പോൾ ചിലപ്പോൾ നിങ്ങളെ കൊണ്ട് ജീവിക്കുന്ന ഒരു എനർജി ആയിരിക്കും ഇത്, നിങ്ങളുടെ കൂടെയുള്ള എനർജി. ഇവിടെ നിന്ന് ഒരു വിട്ടുപോകൽ നടക്കില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കില്ല. അതാണ് നിങ്ങൾക്ക് ഉറക്കമില്ലാത്തത്. ഓക്കെ, ഇവിടെ മേജർ ആയിട്ടുള്ള സോഡിയാക് സൈൻസ് ഒന്നുമില്ല. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് സ്ട്രോങ് ആണ്. അക്വയറിസ്, ലിബ്ര, ജെമിനി സ്ട്രോങ് ആണ്. ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ. നിങ്ങൾ ശരിയായ വഴിക്കാണോ? നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? ശരിയായ വഴിയാണോ? നോക്കട്ടെ. ഈ ചോദ്യത്തിന് എന്ത് മറുപടി പറയുന്നു ദൈവം യൂണിവേഴ്സിൽ നോക്കാം നമുക്ക്. നിങ്ങൾ ശരിയായ വഴിക്കാണോ? ഒരു കാർഡ് വന്നേക്കുന്നുണ്ടല്ലോ ഭഗവാനെ. മേ ബി എന്നാണ്. നിങ്ങൾ ശരിയായ വഴിക്കാണോ എന്ന ചോദ്യത്തിന് നിങ്ങളൊരു തീരുമാനം എടുത്തിട്ടില്ലല്ലോ, അല്ലേ? നിങ്ങൾ തീരുമാനം എടുത്താൽ മാത്രമേ നിങ്ങൾ ശരിയായ വഴിക്കാണോ പോകും. യൂണിവേഴ്സ് ഇടയ്ക്ക് ജോക്ക് അടിക്കും. ഇതൊരു ജോക്കാണ്. നിങ്ങൾ ശരിയായ വഴിക്കാണോ പോകുന്നത് വെച്ചാൽ മേ ബി എന്നാണ് പറഞ്ഞത്. ആയിരിക്കാം, അല്ലായിരിക്കാം. അതാണ് കോമഡി ഇവിടെ. കണ്ടോ, ചില സമയത്ത് എനിക്ക് ഇങ്ങനെ കാഴ്ച കിട്ടാറുണ്ട്. ഇവിടെ നിങ്ങൾക്കറിയില്ല, യൂണിവേഴ്സിനും അറിയില്ല നിങ്ങൾ എന്താണ് തീരുമാനിക്കുന്നത്. നിങ്ങൾ തീരുമാനം എടുത്തിട്ടില്ല. നിങ്ങൾക്ക് ഒരാളോട് സ്നേഹമുണ്ട്, നിങ്ങൾ വിവാഹിതനോ വിവാഹിതയോ ആണ്. പക്ഷെ നിങ്ങൾ ആരെ ചൂസ് ചെയ്യുന്നത്? നിങ്ങൾ എന്താണ് തീരുമാനം? ഒരു തീരുമാനം എടുത്തിട്ടില്ല. നിങ്ങൾ ഒരു എത്തുംപിടി ഇല്ലാതെ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് യൂണിവേഴ്സ് മേ ബി എന്ന് പറഞ്ഞത്. മേ ബി. പക്ഷെ ഇത് ജെമിനായി ആണ്. ജെമിനായി സോഡിയാക് സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ജെമിനായും അല്ല. പക്ഷേ ജെമിനായി സോഡിയാക് സൈന് വിവാഹേതര ബന്ധങ്ങൾ ജെമിനായി സോഡിയാക് സൈനിലുള്ളവർക്ക് കൂടുതലായിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഇത് ജെമിനായി മെയിലിഫിക്ക എന്ന് വെച്ചാൽ നല്ല ഒരു പ്ലാനറ്ററി പൊസിഷനാണ് ജെമിനായിയുടെ. അങ്ങനെയാണെങ്കിൽ പ്രശ്നമുണ്ടാവില്ല. പക്ഷേ പ്ലാനറ്ററി പൊസിഷൻ ശരിയല്ലെങ്കിൽ ജെമിനായി എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിലുള്ളവരായിരിക്കാം, പെണ്ണായാലും ആണായാലും. അപ്പോൾ അതൊരു സൈഡ്. പിന്നെ ഇത് നിങ്ങളുടെ സ്വഭാവമായിരിക്കാം കാണിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ മജീഷ്യൻ എന്ന് പറഞ്ഞ കൺകെട്ട് വിദ്യക്കാരനാണ്. കൺകെട്ട് വിദ്യക്കാരൻ എന്ന് പറഞ്ഞാൽ ആൾക്കാരെ പറഞ്ഞ് മയക്കി, മനസ്സിലായി, ഇത് ലാസ്റ്റ് ചെയ്യില്ല. കൺകെട്ട് ലാസ്റ്റ് ചെയ്യില്ല. കൺകെട്ട് മാജിക്കുകാരൻ്റെ മാജിക്ക് തീർന്നു കഴിയുന്തോറും ആ കൺകെട്ട് മാഞ്ഞു പോകും. പിന്നെ നമ്മൾ റിയാലിറ്റിയിലേക്ക് വരികയാണ്. അപ്പോൾ ഈ ഒരു എനർജി അങ്ങനെയാണ്. ഈ പേഴ്സൺ റിയാലിറ്റിയിലേക്ക് വരും, നിങ്ങൾ റിയാലിറ്റിയിലേക്ക് വരും കുറച്ച് കഴിയുമ്പോൾ. ഇത് നിങ്ങളുടെ കയ്യിൽ ഒതുങ്ങുന്ന കാര്യമല്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അതാണ് മേ ബി. അപ്പോൾ നമുക്ക് ശരിയായ പാത്ത് എന്താണെന്ന് അവസാനം ചോദിക്കാം. മറ്റ് രണ്ട് റീഡിങ്ങിലും ശരിയായ പാത്ത് നിങ്ങളുടെ പാത്ത് ശരിയാണെന്നാണ് വന്നത്. ഇവിടെ മേ ബി ആണ്. അപ്പോൾ നമ്മൾ ചോദിക്കാനായിട്ട് എന്താ പറയുക, റെസ്പോൺസിബിൾ ആണ്. അതല്ല, വേറൊരു വേർഡാണ് യൂസ് ചെയ്യുന്നത്. പോട്ടെ, കാര്യം പിടുത്തം കിട്ടിയില്ല നിങ്ങൾക്ക്. അപ്പോൾ ഇതിനെ ക്ലാരിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഇതെന്താണെന്നറിയാമോ, ഈ കൺകെട്ട് വിദ്യക്കാരെന്ന് വെച്ചാൽ മിഡാസ് ടച്ച്. ഇത് ശരിക്കും പറഞ്ഞാൽ ആകാശത്ത് എങ്ങനെയാണോ ഭൂമിയിലും അങ്ങനെ തന്നെ. അത് ഭൂമിയിലേക്ക് കൊണ്ടുവരാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരാൾ, അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ വേറൊരു അർത്ഥം വരുന്നത്, നിങ്ങൾക്ക് കേപ്പബിലിറ്റി ഉണ്ട് ഇതിനൊരു ഡിസിഷൻ വരാനായിട്ട്. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ തേർഡ് പാർട്ടിയെ ഉപേക്ഷിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ പാർട്ട്ണറെ ഉപേക്ഷിക്കാം. ഇതിന് രണ്ടൊരു ചോയ്സ് നിങ്ങൾ എടുക്കേണ്ടി വരും. ഇതിനകത്ത് രണ്ട് വഞ്ചിയിൽ കാല് വെച്ചിട്ട് നിങ്ങൾക്ക് അധികകാലം മുമ്പോട്ട് പോകാൻ പറ്റില്ല. ഇവിടെ ഒരു ഡിസപ്പോയിൻമെൻ്റ് കാര്യമില്ല, അല്ലെങ്കിൽ ഇവിടെ ധൃതിയിൽ കാര്യങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. വെയിറ്റ് ചെയ്യും, സ്ലോ, മനസ്സിലായി, എന്നിട്ട് പതുക്കെ നിങ്ങൾ തീരുമാനിച്ചാൽ മതി എന്നാണ് പറയുന്നത്. ധൃതി പിടിച്ച് തീരുമാനം എടുക്കണ്ട, അതാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. ക്യാൻസർ സോഡിയാക് സൈൻ ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കേപ്പബിലിറ്റീസും വീക്ക്നെസ്സും എന്താണ്? നമുക്ക് ആദ്യം അത് നോക്കാം. കേപ്പബിലിറ്റീസ് എന്താണ്?
3 കാർഡാണ് വന്നത്, ഞാൻ എടുക്കുകയാണ്. 3 റിവേഴ്സ്. നിങ്ങൾ സീക്രട്ട് വെച്ചുകൊണ്ടിരിക്കണം എന്ന് വിചാരിക്കും, പക്ഷെ നിങ്ങൾ കുറച്ച് വിടുവായത്തരമുള്ളൊരു വെച്ചാൽ ഇപ്പോൾ ചിലർ പറയില്ലേ, ഇപ്പോൾ എനിക്ക് 4 ഗേൾ ഫ്രണ്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് 3 ബോയ് ഫ്രണ്ട്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ വളരെ ക്രെഡിറ്റ് ആയിട്ട്. ശരിക്കും പറഞ്ഞാൽ അത് മറ്റുള്ളവർ നമ്മളെ കുറച്ച് കാണും, അല്ലെങ്കിൽ നമ്മളെ വിശ്വസിക്കില്ല. നമ്മളുടെ റിലേഷൻഷിപ്പിന് ആൾക്കാർ, നമ്മൾ ഇപ്പോൾ 2-3 പേരെ ഒരേ സമയം റിലേഷൻഷിപ്പ് വെക്കുമ്പോൾ ആൾക്കാർക്ക് നമ്മളെ ഡിപ്പെൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇവളെങ്ങനെ വിശ്വസിക്കും, അല്ലെങ്കിൽ ഇവനെ എങ്ങനെ വിശ്വസിക്കും? ഇവൻ ഗേൾ ഫ്രണ്ട്സിനും ബോയ് ഫ്രണ്ട്സിനും പോലും അവനെ സ്നേഹിക്കുന്നവരെ പോലെ, അല്ലെങ്കിൽ അവളെ സ്നേഹിക്കുന്നവരെ പോലും ചതിക്കുന്നവരാണ് എന്നൊരു മീനിങ് അതിനകത്ത് വരും. നമ്മളത് അറിയാറില്ല. നമ്മൾ വലിയ ക്രെഡിറ്റ് ആയിട്ട് പറയും എനിക്ക് 3 ബോയ് ഫ്രണ്ട്സ് ഉണ്ട് ഒരേ സമയം എന്നൊക്കെ പറയും. പക്ഷേ അതൊരു നെഗറ്റീവ് എഫക്റ്റാണ്. നിങ്ങളെ ചുറ്റുമുള്ളവർ ഫ്രണ്ട്സ് നിങ്ങളെ സീരിയസ് ആയിട്ട് എടുക്കില്ല. മനസ്സിലായി? അവർ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യില്ല. നിങ്ങൾ സ്വഭാവ ദൂഷ്യമുള്ള ആളാണെന്ന് പറയും. നിങ്ങൾ അവരുടെ ബന്ധത്തിൽ ആരെങ്കിലും നിങ്ങളെ സ്നേഹിക്കുകയോ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചാൽ അവരെ ഉടക്കും. ഇതൊക്കെ ഇതിൻ്റെ നെഗറ്റീവ് സൈഡാണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയിലാണ് നിങ്ങൾ. അപ്പോൾ ഇവിടെ നിങ്ങളുടെ കേപ്പബിലിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, സീക്രട്ടായിട്ട് വെക്കേണ്ട കാര്യങ്ങൾ ഉണ്ട്. നമ്മൾ ചിലർക്ക് വീക്ക്നെസ്സുകളുണ്ട്, പക്ഷെ അത് വീക്ക്നെസ് പുറത്ത് വരുമ്പം അത് നിങ്ങൾക്ക് ചീത്തപ്പേരുണ്ടാക്കും. അപ്പോൾ സീക്രട്ടായിട്ട് വെക്കുന്ന വീക്ക്നെസ്സുകൾ പുറത്ത് വരുമ്പോൾ അത് ഡിഫക്റ്റ് ആവും. അതാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ വിടുവായത്തരമുള്ള ഒരാളാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഭയങ്കരമായിട്ട് ഫ്രണ്ട്സ്, ഇപ്പോൾ വെള്ളോടി പാർട്ടിയുടെ ഇടയിലൊക്കെ നിങ്ങൾ സീക്രട്സ് വിളിച്ചു പറയുന്ന സ്വഭാവമുണ്ട് നിങ്ങൾക്ക്. അതുപോലെ നിങ്ങൾ ഒരു കാര്യം തീരുമാനിക്കാനായിട്ട് ഭയങ്കര ഇതാണ്. അപ്പോൾ ഇതൊരു പോസിറ്റീവ് ഇതായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല, പക്ഷെ നിങ്ങളത് നിങ്ങളുടെ പോസിറ്റീവ് സൈഡായിട്ടാണ് എടുക്കുന്നത്. മനസ്സിലായോ? നിങ്ങൾക്ക് നിങ്ങളുടെ നാക്കിൽ കൺട്രോൾ ഇല്ല, നിങ്ങളുടെ സ്വഭാവത്തിൽ കൺട്രോൾ ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഇത് വീക്ക്നെസ്സും ഇത് പോസിറ്റീവായിട്ട് എടുക്കണം. ഞാൻ ഇത് വീക്ക്നെസ്സും ഇത് പോസിറ്റീവായിട്ട് എടുക്കുന്നത്, മനസ്സിലാവുണ്ടോ? പക്ഷേ യൂണിവേഴ്സ് ഈ സൈഡാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ റിവേഴ്സ് ചെയ്യണം നിങ്ങളുടെ ക്യാരക്ടേഴ്സ്. ഞാനായിട്ടല്ല, യൂണിവേഴ്സ് അല്ല. നിങ്ങളുടെ വീക്ക്നെസ് ആയിട്ട് വരേണ്ട കാര്യങ്ങളാണ് നിങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കുന്നത്. അതാണ് ഇവിടെ സീക്രട്സ് വിടുവായത്തരം, പിന്നെ വെള്ളമടി പാർട്ടിയിൽ വിളിച്ചു പറയുക, പിന്നെ നിങ്ങൾ ഒരു കാര്യം എടുക്കാനായിട്ട്, ഡിസിഷൻ എടുക്കാനായിട്ട് വളരെ സ്ലോ ആണ്. മനസ്സിലായോ? ഇവിടെ അതേസമയം നിങ്ങൾ വീക്ക്നെസ്സസ് നമ്മൾ നോക്കുമ്പോൾ ഇത് പോസിറ്റീവാണ്. അപ്പോൾ നിങ്ങൾ റിവേഴ്സ് ചെയ്യണം. ഇവിടെ കാർഡ്സ് റിവേഴ്സ് ചെയ്യുന്നില്ല, നിങ്ങളുടെ സ്വഭാവത്തിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വ്യത്യാസങ്ങൾ കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉണ്ട്. നിങ്ങൾ എല്ലാവരോടും എന്നും ചിരിച്ചും സംസാരിക്കുന്ന ആളാണ്. എല്ലാവരുടെയും എപ്പോഴും നിങ്ങൾ വിളിച്ചൊക്കെ ആൾക്കാരോട് സംസാരിക്കും. നിങ്ങൾക്ക് അങ്ങനത്തെ കുറേ നല്ല സ്വഭാവങ്ങളുണ്ട്. നിങ്ങൾ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലെത്തി കേൾക്കുകയും അവർക്ക് നല്ലതായിട്ട് അഡ്വൈസ് കൊടുക്കാനും കഴിവുള്ള ആളാണെന്നാണ് പറയുന്നത്. അതൊരു വീക്ക്നെസ് ആയിട്ടാണ് കാണിക്കുന്നത്, പക്ഷേ അതിങ്ങോട്ട് നിങ്ങളത് റിവേഴ്സ് എടുക്കുന്നത് നിങ്ങളുടെ പോസിറ്റീവ് ക്വാളിറ്റിയാണ്. പക്ഷേ നിങ്ങൾ ഇതൊരു നെഗറ്റീവ് ക്വാളിറ്റി ആയിട്ടാണ് വിചാരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഭയങ്കര ഇമോഷണലി സ്റ്റേബിൾ ആയ ഒരു എനർജിയാണ്. ഇതും നിങ്ങളുടെ പോസിറ്റീവ് ക്വാളിറ്റിയാണ്, പക്ഷേ നിങ്ങളത് നെഗറ്റീവായിട്ട് എടുക്കുന്നത്. നിങ്ങളുടെ നെഗറ്റീവ് ക്വാളിറ്റീസാണ് നിങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കുന്നത്. ഒരു വൈരുദ്ധ്യം, നിങ്ങളുടെ ക്യാരക്ടറിലുള്ള ഒരു വൈരുദ്ധ്യമാണ്. ശരി ഏതാണ് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് അതിനർത്ഥം. അപ്പോൾ ഇവിടെ നിങ്ങൾ ആൾക്കാരോട് വഴക്കിടാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പോണ പോലെ പോട്ടെ. അപ്പോൾ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലും ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ള ഒരു ക്യാരക്ടർ ആയിരിക്കാൻ വഴിയുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ക്വാളിറ്റിയിലല്ല നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ക്വാണ്ടിറ്റിയിലാണ്. എത്ര എണ്ണം ഇതാ നോക്കുന്നത്. അത് പക്ഷേ അതിൻ്റെ എത്ര ഉപയോഗമുള്ള എത്ര എണ്ണം അതല്ല നിങ്ങൾ നോക്കുന്നത്, എത്ര എണ്ണം മാത്രമാണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു വഴി, നിങ്ങൾക്കൊരു ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കൊരു വഴികാട്ടി ഇല്ലാത്തതാണ് നിങ്ങളുടെ പ്രശ്നം. മനസ്സിലായി? അതാണ് എല്ലാ കൂടെയുള്ളവരെല്ലാം നിങ്ങളെ യൂസ് ചെയ്യുന്ന ആളുകളാണ്. അവർ നിങ്ങളുടെ ഈ വിടുവായത്തരം കേട്ട് അപ്പം ഇരുന്ന് എൻജോയ് ചെയ്തിട്ട് നിങ്ങൾ പോയി കഴിയുമ്പോൾ നിങ്ങളെ കുറ്റം പറയുന്ന, നിങ്ങളെ കളിയാക്കുന്ന എനർജീസാണ് നിങ്ങളുടെ കൂടെയുള്ളവരെല്ലാം. നിങ്ങൾ വിവാഹത്തിൽ ഒട്ടും ഹാപ്പി അല്ല, അവിടെ ഒരു ഹാർട്ട് ബ്രേക്ക് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് ഓൾറെഡി. മനസ്സിലായി? അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു വേദന മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ പ്രശ്നങ്ങൾ മുഴുവൻ പോയി പെടുന്നത്. ഇവിടെ നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനോടും നിങ്ങളുടെ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ കൂടുമ്പോൾ എല്ലാവരും ഭയങ്കര കൂട്ടാണ്. അവർ പറയുന്ന പ്രശ്നങ്ങളെല്ലാം കേൾക്കും, അവരെ ഭയങ്കരമായിട്ട് സഹായിക്കും. പക്ഷേ അതിൽ നിങ്ങൾ സ്റ്റക്കാവില്ല. നിങ്ങൾ പുതിയ കൂട്ടുകെട്ടുകളിലേക്ക് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ടായിരിക്കാം അതൊരു വീക്ക്നെസ് ആയിട്ട് ഇവിടെ വന്നത്. എന്തായാലും കിങ് ഓഫ് കപ്സിന് ഇവിടെ 4 ഓഫ് നിങ്ങൾ ഇമോഷണലി സ്റ്റേബിൾ ആണെങ്കിലും നിങ്ങൾ ഒട്ടും ഹാപ്പി അല്ല ലൈഫിൽ. മനസ്സിലായി? നിങ്ങൾ ഒട്ടും ഹാപ്പി അല്ല, ഒന്നിലും ഹാപ്പി അല്ല. നിങ്ങളുടെ സ്നേഹമുണ്ട്, പക്ഷെ അവിടെ നിങ്ങൾ സന്തോഷമില്ല. നിങ്ങളുടെ ജീവിതത്തിൽ പൊതുവെ സന്തോഷമില്ലാത്തൊരു എനർജിയാണ് നിങ്ങൾ. അത് ചിലപ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്യും. നിങ്ങൾ എന്താണ് സ്നേഹം,
അതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്കൊരു വഴികാട്ടി അത്യാവശ്യമാണ്. ശരിയും തെറ്റും തിരിച്ച് തരാൻ കഴിവുള്ള ഒരു വഴികാട്ടിയാണ് നിങ്ങൾക്ക് വേണ്ടത്. മനസ്സിലായോ? ഇനി ഞാൻ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ശരിയായ വഴി ഏതാണെന്നാണ് നോക്കാൻ പോകുന്നത്. ശരിയായ പാത്ത് ഏതാണ് നിങ്ങളുടെ ശരിയായ വഴി ഏതാണ്? ഓക്കെ, നിങ്ങൾ കുറച്ച് ഐസൊലേഷൻ എന്ന് വെച്ചാൽ വെർഗോ ഹെർമിറ്റ് റിവേഴ്സ് ആണ് വരുന്നത്. നമ്മൾ എപ്പോഴും കൂട്ടുകെട്ടിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾക്ക് ശരിയും തെറ്റും തിരിച്ചറിയാൻ ബുദ്ധിമുട്ട്. കുറേ പേരുണ്ട് ഒരു എന്താ പറയുക, നമ്മളൊരു ഉത്സവത്തിൻ്റെ ഇടയിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കാൻ ചിന്തിക്കുകയോ ആരോടെങ്കിലും സംസാരിക്കുകയോ ഒക്കെ ചെയ്താൽ ഒരു കാര്യമില്ല, എല്ലാം പൊച്ചയും ബഹളമാണ്, ഒരു കാര്യം നടക്കില്ല. അപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കിരിക്കണം. ഒറ്റയ്ക്കിരുന്ന് നിങ്ങൾ എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നത്, നിങ്ങളുടെ സൈഡിലുള്ള പ്രശ്നങ്ങൾ എന്താണ്, മനസ്സിലായോ? നിങ്ങൾ മീൻസ് എന്തൊക്കെ നിങ്ങൾ കറക്റ്റ് ചെയ്യണം, ഇതൊക്കെ നിങ്ങൾ നോക്കണമെന്നാണ് പറഞ്ഞത്. ഐസൊലേഷൻ പിന്നെ ഈ ഒരു ബഹളത്തിൽ നിന്ന് നിങ്ങൾ വിഡ്രോ ചെയ്യണം, നിങ്ങൾ ഒതുങ്ങുക. എന്നിട്ട് നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് ഇതൊക്കെ ആലോചിക്കണം, പ്ലാനിങ് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ പ്ലാനിങ്ങോടും അല്ലല്ലേ ജീവിതത്തിലേക്ക് വന്ന് ഇറങ്ങി എന്താ കാണുന്ന അതങ്ങ് എടുക്കുക. നിങ്ങൾ മനസ്സിലാവുണ്ടോ? എന്നിട്ട് നിങ്ങൾ തന്നെ മനസ്സിൽ വിശ്വസിച്ച് ഇരിക്കുകയാണ്, ഇതാണ് തെറ്റ്, ഇതാണ് ശരി. അല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്പം തോന്നും, നിങ്ങളുടെ മൂഡ് അനുസരിച്ച് തെറ്റും ശരിയും മാറിക്കൊണ്ടിരിക്കും, നിങ്ങളുടെ സ്വഭാവം മാറും. അവിടെയാണ് പ്രശ്നം. അപ്പം നിങ്ങൾ പ്ലാനിങ്ങോടുകൂടിയാണ് മുമ്പോട്ട് പോകുന്നത് എന്നാണ് പറയുന്നത്. കൺഫ്യൂഷൻ ഇല്ലാതിരിക്കണമെങ്കിൽ പ്ലാനിങ് വേണം. എനിക്ക് ഇതാണ് വേണ്ടതെന്ന് എനിക്കറിയണം, എന്നാലേ എനിക്ക് കൺഫ്യൂഷൻ. അപ്പം 10 എണ്ണം വന്നാലും എനിക്ക് വേണ്ടത് എന്താണെന്ന് എനിക്കറിയാം. അപ്പോൾ ഇതാണ് എനിക്ക് വേണ്ടത്, എനിക്ക് ചൂണ്ടാൻ പറ്റും, ഇത് പറയാൻ പറ്റും, ഇതാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ എൻ്റെ മൈൻഡ് ക്ലിയർ ആണ്. അതുകൊണ്ടാണ് പ്ലാനിങ് അത്യാവശ്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. നിങ്ങൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. ഇവിടെ ചെല്ലുമ്പോൾ ഇതാണ് വേണ്ടത്, കുറേ കഴിയുമ്പോൾ ഇവിടെ വേറെ ആരെങ്കിലും കാണുമ്പോൾ എനിക്ക് ഇതല്ല വേണ്ട, അതാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾ അങ്ങോട്ട് ചാടും. അങ്ങനെ ചാടി കളിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ. കാര്യങ്ങൾ ഒരുവിധം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ലിയോ സോഡിയാക് സയൻസ് ആണ് പറയുന്നത്. ലിയോ സ്ട്രോങ് ആയിട്ടുള്ള, ബാക്കി അക്വേറിയസ് എല്ലാം ഉണ്ട്. സോഡിയാക് സയൻസ് സ്ട്രോങ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. വെർഗോ ഉണ്ട്, പിന്നെ ക്യാൻസർ ഉണ്ട്, പൈസസ് ഉണ്ട്, വെർഗോ പിന്നെയും ഉണ്ട്, സ്ട്രോങ് ആണ്. ക്യാൻസർ ഉണ്ട്, ജെമിനായി ഉണ്ട്. അത്രയുമാണ് സോഡിയാക് സൈൻ. അപ്പോൾ ഇതോടെ ഞാൻ ഇന്നത്തെ റീഡിങ് അവസാനിപ്പിക്കുകയാണ്. ഇനിയും വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് വരാം. അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക. അതുവരെ അല്ല, എന്നും സേഫായിട്ടിരിക്കുക എല്ലാവരും. പിന്നെ ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാൻ ഇടവരട്ടെ, അതിനുള്ള നിവൃത്തി ഉണ്ടാക്കി തരട്ടെ. എല്ലാവർക്കും ഭഗവാൻ ഐശ്വര്യവും സന്തോഷവും സമാധാനവും എല്ലാം തന്നനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. വീണ്ടും വരാം. ബൈ ബൈ.